students, welcome to Lane 24. അപ്പോൾ നമ്മുടെ പാർട്ട് 1 ടെക്സ്റ്റ് ബുക്ക് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. സോ ഇനി നമ്മൾ പാർട്ട് 2 ടെക്സ്റ്റ് ബുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ദാറ്റ് ഈസ് ഫ്രം 5th ചാപ്റ്റർ കോമ്പൗണ്ട്സ് ഓഫ് നോൺ മെറ്റൽസ്. നമ്മൾ പ്രൊഡക്ഷൻ ഓഫ് മെറ്റൽസ് പഠിച്ചിരുന്നു അല്ലേ, മെറ്റൽസിൻ്റെ പ്രൊഡക്ഷൻ പഠിച്ചിരുന്നു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് നോൺ മെറ്റൽസിൻ്റെ പ്രൊഡക്ഷനാണ്. എങ്ങനെ നോൺ മെറ്റൽസ് പ്രൊഡ്യൂസ് ചെയ്തെടുക്കാം, അതിൻ്റെ കോമ്പൗണ്ട്സ് എങ്ങനെ പ്രിപ്പയർ ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് നമ്മുടെ എക്സാം പോയിന്റ് ഗൈഡ് അവൈലബിൾ ആണ് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും. ചാപ്റ്റർ ബേസ്ഡ് ആയിട്ട് അതിൻ്റെ നോട്ട്സും ക്വസ്റ്റ്യൻസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എല്ലാം അതിൽ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് പോവാം. കോമ്പൗണ്ട്സ് ഓഫ് നോൺ മെറ്റൽസ്. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ മെയിനായിട്ട് പഠിക്കുന്ന 2 കോമ്പൗണ്ട്സ് ആണ്. വൺ ഈസ് അമോണിയ. അമോണിയയുടെ പ്രിപ്പറേഷൻ, അതിൻ്റെ പ്രോപ്പർട്ടീസ്, അതിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ, യൂസസ്, ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യും. പ്ലസ് സൾഫ്യൂരിക് ആസിഡ്, അതിൻ്റെയും പ്രിപ്പറേഷൻസ്, പ്രോപ്പർട്ടീസ്, അതുപോലെ എല്ലാം നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്ത് പോകും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് അമോണിയയുടെ നോക്കാം. സോ ലബോറട്ടറി പ്രിപ്പറേഷൻ ഓഫ് അമോണിയ. അമോണിയ നമ്മൾ ഒരുപാട് യൂസസ് ഉള്ളൊരു കെമിക്കലാണ് അമോണിയ എന്ന് പറയുന്നത്. അത് ഇൻഡസ്ട്രിയലിയും പ്രിപ്പയർ ചെയ്യും, ലബോറട്ടറി പ്രിപ്പയർ ചെയ്യും. ലാബിൽ പ്രിപ്പയർ ചെയ്യുന്നതിനാ ചെറിയ ചെറിയ റിയാക്ഷൻസ് നടത്താനാണ് നമ്മൾ ലാബിൽ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ലാബിൽ എങ്ങനെ അമോണിയ പ്രിപ്പയർ ചെയ്തെടുക്കാം എന്നാണ് നമ്മുടെ ഫസ്റ്റ് പോർഷനിൽ വരുന്നത്. അപ്പോൾ അത് നോക്കാം. സോ ഇവിടെ എന്തെടുത്തിട്ടുള്ളത് NH4Cl അതുപോലെ CaOH2 ദാറ്റ് ഈസ് അമോണിയം ക്ലോറൈഡും അതുപോലെ കാൽഷ്യം ഹൈഡ്രോക്സൈഡും. ഇത് രണ്ടും കൂടെ ഒരു ടെസ്റ്റ് ട്യൂബിൽ ഇതുപോലെ ക്ലോസ് ചെയ്ത് വെച്ചിട്ട് ഹീറ്റ് ചെയ്ത് കൊടുക്കുകയാണ്, നന്നായിട്ട് ചൂടാക്കുകയാണ്. അപ്പം എന്ത് നടക്കും, ഇവർ തമ്മിൽ റിയാക്ഷൻ നടക്കും. അപ്പം റിയാക്ഷൻ നടക്കുമ്പോൾ വരുന്ന ഇക്വേഷനാണ് ഇത്. ഇത് ഹീറ്റ് ചെയ്ത് കഴിയുമ്പോൾ എന്തുണ്ടാവും, കാൽഷ്യം ക്ലോറൈഡ് അതൊരു സോളിഡ് പാർട്ടിക്കിളാണ്, അത് ടെസ്റ്റ് ട്യൂബിൽ തന്നെ കിടക്കും. ബാക്കി വാട്ടർ മോളിക്യൂൾസും അമോണിയ മോളിക്യൂൾസും ഇവർ രണ്ടുപേരും കൂടെ എന്ത് ചെയ്യും, ഈ ഡെലിവറി ട്യൂബിലേക്ക് വരാൻ തുടങ്ങും. നമുക്ക് ആരും ആവശ്യം, അമോണിയനെ മാത്രമേ നമുക്ക് വേണ്ടൂ. പക്ഷെ കൂടെ ഒരാളും കൂടെ വരുന്നുണ്ട്, വാട്ടർ മോളിക്യൂൾ. അപ്പം നമുക്ക് ആളെ വേണ്ട, ആളെ പതുക്കെ എന്ത് ചെയ്യണം, ഒഴിവാക്കി കൊടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് എന്ത്, ഡെലിവറിങ് ട്യൂബ് ഈ കാൽഷ്യം ഓക്സൈഡ് ടവർ, അതിനെ പറയുന്ന മറ്റൊരു പേരാണ് ഡ്രൈയിങ് ടവർ. ഓക്കെ, ഡ്രൈയിങ് ടവർ എന്നും കൂടെ അതിനെ പറയും. അതായത് ഇതിലേക്ക് പോകുമ്പോൾ, നമ്മുടെ ഡ്രൈയിങ് ടവറിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ആരുണ്ട്, കാൽഷ്യം ഓക്സൈഡ് ഉണ്ട്. കാൽഷ്യം ഓക്സൈഡ് എന്ന് പറയുന്നത് ഒരു ഡ്രൈയിങ് ഏജന്റ് ആണ്. ഡ്രൈയിങ് ഏജന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അമോണിയം വാട്ടറും കൂടിയാണ് ചെല്ലുന്നത്. അതിൽ നിന്ന് വാട്ടറിനെ എന്ത് ചെയ്യും, പതുക്കെ റിമൂവ് ചെയ്യും. അത് നമ്മുടെ അമോണിയനെ ഡ്രൈ ആക്കി എടുക്കും, എല്ലാ വാട്ടർ കണ്ടന്റിനെ മാറ്റി ഡ്രൈ ആക്കി എടുക്കും. അപ്പം അതാണ് ഈ കാൽഷ്യം ഓക്സൈഡ് ടവറിന്റെ യൂസ് എന്ന് പറയുന്നത്. അപ്പം ഇതിലൂടെ ഇതാണ് നമ്മുടെ ഡെലിവറി ട്യൂബ് എന്ന് പറയുന്നത് കേട്ടോ. സോ ഈ ഡെലിവറി ട്യൂബിലൂടെ എവിടെ എത്തി, ഡ്രൈയിങ് ടവറിലെത്തി. അതിൽ നിന്ന് അമോണിയ മാത്രം പുറത്തേക്ക് പോകും. വാട്ടർ കംപ്ലീറ്റ് നമ്മുടെ കാൽഷ്യം ഓക്സൈഡ് അബ്സോർബ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, സോ അമോണിയ മാത്രം നമ്മുടെ ഈ ടെസ്റ്റ് ട്യൂബിലേക്ക് പോകും. ഇവിടെ നോക്കിയാൽ കാണാൻ ടെസ്റ്റ് ട്യൂബ് എങ്ങനെയാ, ഇൻവേർട്ടഡ് ആയിട്ടാണ് വെച്ചിരിക്കുന്നത് അല്ലെ, തല തിരിച്ച വെച്ചിരിക്കുന്നത്. നമ്മുടെ ഡിസ്റ്റിലേഷൻ ലിക്വേഷൻ എല്ലാം ലാസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചിരുന്നു. അവിടെ എല്ലാം ജാർ എങ്ങനെ വെച്ചിട്ടുള്ളത്, ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ, സ്ട്രെയിറ്റ് പൊസിഷനിലാണ് വെച്ചിരുന്നത്. അതായത് ഇതിനകത്തേക്കാണ് വന്ന് കളക്ട് ചെയ്തുകൊണ്ടിരുന്നത്. ബട്ട് ഈ ഒരു സെറ്റിങ്സിൽ മാത്രം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ജാറിനെ ഇൻവേർട്ടഡ് ആയിട്ട് വെച്ചിട്ടുണ്ട്, തല തിരിച്ച വെച്ചിട്ടുള്ളത്. അതിന്റെ റീസൺ എന്താ, യെസ്, അമോണിയ നമ്മൾ കളക്ട് ചെയ്യുന്നത് ഇൻവേർട്ടഡ് ജാറിലാണ്. ബിക്കോസ് അമോണിയ ഗ്യാസ് ഈസ് ലൈറ്റർ ദാൻ എയർ. എയറിനേക്കാൾ ലൈറ്റർ ആണ്, അതായത് ഡെൻസിറ്റി എയറിനേക്കാളും വളരെ കുറവാണ് ആർക്ക്, അമോണിയക്ക്. അപ്പം അത് വേഗം എന്ത് ചെയ്യും, ഇവാപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പം നമ്മൾ ഓപ്പൺ ആയിട്ടുള്ള ബീക്കറിലാണ് വെക്കുന്നതെങ്കിൽ എന്ത് സംഭവിക്കും, അമോണിയ പെട്ടെന്ന് എസ്കേപ്പ് ആയി പോവും, പുറത്തേക്ക് പോവും. അപ്പം അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഗ്യാസ് ജാറ് ഇൻവേർട്ടഡ് പൊസിഷനിൽ വെച്ചിട്ടുള്ളത്. ഇത് നിങ്ങളോട് മെയിനായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, എന്തുകൊണ്ടാണ് അമോണിയ ഗ്യാസ് പ്രിപ്പറേഷനിൽ നമ്മുടെ ഗ്ലാസ് ജാർ ഇൻവേർട്ടഡ് പൊസിഷനിൽ വെച്ചിരിക്കുന്നതെന്ന്. വൈ, ബിക്കോസ് അമോണിയ ഗ്യാസ് ഈസ് ലൈറ്റർ ദാൻ എയർ. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇവിടെ കാൽഷ്യം ഓക്സൈഡ് ഉണ്ട്, ഡ്രൈയിങ് ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. എന്തുകൊണ്ടായിരിക്കും നമ്മൾ കാൽഷ്യം ഓക്സൈഡിനെ ഡ്രൈയിങ് ഏജന്റ് ആയിട്ട് ചൂസ് ചെയ്തത്, നമ്മുടെ സൾഫ്യൂരിക് ആസിഡ് അതും എന്ത് തന്നെയാണ്, ഒരു ഡ്രൈയിങ് ഏജന്റ് തന്നെയാണ്. പക്ഷെ നമ്മളിവിടെ സൾഫ്യൂരിക് ആസിഡിനെ യൂസ് ചെയ്യുന്നില്ല. അപ്പൊ കാൽഷ്യം ഓക്സൈഡിന് എന്തുണ്ട്, എന്തോ ഒരു പ്രത്യേകതയുണ്ട് അല്ലേ. ഡ്രൈയിങ് ഏജന്റ് ആയിട്ട് ഇവിടെ കാൽഷ്യം ഓക്സൈഡിനെ ചൂസ് ചെയ്യാനുള്ള റീസൺ എന്ന് പറയുന്നത്, കാൽഷ്യം ഓക്സൈഡ് ആൽക്കലൈൻ ആണ്. അമോണിയയും എന്ത് തന്നെയാണ്, ആൽക്കലൈൻ നേച്ചർ ആണ്.
സോ അവർ രണ്ടുപേരും കൂടെ റിയാക്ട് ചെയ്യുമോ, അവരൊരു പുതിയ പ്രൊഡക്റ്റ് തരുമോ, അങ്ങനെ ഒന്നും ചെയ്യില്ല. ജസ്റ്റ് അമോണിയയിലുള്ള വാട്ടറിനെ മാത്രം നമ്മുടെ കാൽഷ്യം ഓക്സൈഡ് അബ്സോർബ് ചെയ്തെടുക്കും. ബട്ട് സൾഫ്യൂരിക് ആസിഡ് ആയിരുന്നെങ്കിലോ, അതൊരു ആസിഡ് ആണ്. ആസിഡും ആൽക്കലിയും കൂടെ എന്ത് ചെയ്യും, എന്തായാലും റിയാക്ട് ചെയ്യും. അതുകൊണ്ടാണ് നമ്മളിവിടെ സൾഫ്യൂരിക് ആസിഡ് യൂസ് ചെയ്യാതിരുന്നത്. ആൻഡ് ഡ്രൈയിങ് ഏജന്റ്, ദേ ആർ capable of absorbing moisture. ജസ്റ്റ് ഡ്രൈയിങ് ഏജന്റിന്റെ ഒരു ഡെഫിനേഷൻ ആണ് കേട്ടോ. ആൻഡ് ദ ടു വിൽ നോട്ട് റിയാക്ട് വിത്ത് ഈച്ച് അതർ, സോ അമോണിയ കംസ് ഔട്ട് ഓഫ് ഡ്രൈയിങ് ടവർ. അപ്പോൾ എന്തുകൊണ്ടാണ് കാൽഷ്യം ഓക്സൈഡ് അല്ലെങ്കിൽ കാൽഷ്യം ഓക്സൈഡിന്റെ റോൾ എന്താണെന്നുള്ളത് ഈ ഒരു പാർട്ടിൽ നിന്ന് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. റോൾ എന്താണ്? കാൽഷ്യം ഓക്സൈഡ് ആൽക്കലൈൻ ആണ്, അതുകൊണ്ട് തന്നെ ദേ വിൽ നോട്ട് റിയാക്ട് ഈച്ച് അതർ. അപ്പോൾ ആ ഏരിയയിൽ നിന്ന് ചോദിക്കാവുന്ന 3 ക്വസ്റ്റ്യൻസ് ഇതൊക്കെയാണ്. ഒന്ന്, ഈ ഒരു പിക്ചർ തന്നിട്ട് ലേബൽ ചെയ്യാൻ ചോദിക്കും. അതായത് നമ്മൾ എടുത്തിട്ടുള്ള റിയാക്ടൻസ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ഡ്രൈയിങ് ടവർ ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് ആരെയാണ്, അതേ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വൈ ദി ഗ്ലാസ് ജാർ ഈസ് ഇൻവേർട്ടഡ് പൊസിഷൻ. എന്തുകൊണ്ടാണ് നമ്മുടെ ഗ്ലാസ് ജാർ ഇൻവേർട്ടഡ് പൊസിഷനിൽ വെച്ചിരിക്കുന്നത്. ആൻഡ് തേർഡ് വൺ വരുന്നതാണ് എന്താ, ദ റോൾ ഓഫ് കാൽഷ്യം ഓക്സൈഡ് അല്ലെങ്കിൽ ക്വിക്ക് ലൈം. മറ്റൊരു പേരാണ് ക്വിക്ക് ലൈം എന്ന് പറയുന്നത്. അതിന്റെ റോൾ എന്താണ് നമ്മുടെ ലബോറട്ടറി പ്രിപ്പറേഷന്. അപ്പൊ അത് ക്ലിയർ അല്ലേ എല്ലാവർക്കും? അപ്പൊ നമുക്ക് നെക്സ്റ്റ് നോക്കാം, ദാറ്റ് ഈസ് പ്രോപ്പർട്ടീസ് ഓഫ് അമോണിയ. അമോണിയയുടെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാന്ന് നോക്കാം. സോ ഒന്ന്, അമോണിയക്ക് എന്തില്ല, കളറില്ല, പ്രത്യേകിച്ച് കളറൊന്നുമില്ല അമോണിയ ഗ്യാസിന്, കളർലെസ് ആണ്. ആൻഡ് നെക്സ്റ്റ്, ഇറ്റ് ഹാസ് പങ്ജന്റ് സ്മെൽ. പങ്ജന്റ് സ്മെൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുത്തണ ടൈപ്പ് ഓഫ് സ്മെല്ലായിരിക്കും നമ്മുടെ അമോണിയക്ക് ഉണ്ടായിരിക്കുക. ഇറിറ്റേറ്റിംഗ് സ്മെല്ലാണ് അമോണിയയുടെ സ്മെൽ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ആൽക്കലൈൻ നേച്ചർ, അത് നമ്മൾ കണ്ടു. അതുകൊണ്ടാണ് നമ്മൾ കാൽഷ്യം ഓക്സൈഡിനെ എന്താക്കി എടുത്തത്, ഡ്രൈയിങ് ഏജന്റ് ആയിട്ട് നമ്മൾ ചൂസ് ചെയ്യാൻ കാരണം. ആൻഡ് ഇറ്റ് ഈസ് ഹൈലി സോളുബിൾ ഇൻ വാട്ടർ. നമ്മുടെ അമോണിയ വാട്ടർ സോളുബിൾ ആണ്, ഈസിലി വെള്ളത്തിൽ സോളുബിൾ ആക്കാൻ പറ്റുന്ന ഒരു ഗ്യാസ് ആണ് അമോണിയ ഗ്യാസ്. ആൻഡ് ഇറ്റ് ഈസ് ലൈറ്റർ ദാൻ എയർ. എയറിനേക്കാളും ഡെൻസിറ്റി വളരെ കുറവാണ്, എയറിനേക്കാളും ലൈറ്റർ ആണ് നമ്മുടെ എന്ത്, അമോണിയ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, ഇൻവേർട്ടഡ് ജാറിൽ കളക്ട് ചെയ്തത്. ഓക്കെ, അപ്പം നമ്മുടെ അമോണിയയുടെ സോളിബിലിറ്റി ടെസ്റ്റ് ഉണ്ട് നിങ്ങൾക്ക് ടെക്സ്റ്റിൽ പഠിക്കാനായിട്ട്. അതാണ് ഫൗണ്ടൈൻ ട്യൂബ് എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്. ഇതിന്റെ സെറ്റിങ്സ് എങ്ങനെയാന്ന് നോക്കാം. നമ്മൾ ബീക്കർ എന്തെടുത്തിട്ടുണ്ട്, വെള്ളം എടുത്തിട്ടുണ്ട്. വെള്ളത്തിൽ ആരുണ്ട്, നമ്മുടെ ഇൻഡിക്കേറ്റർ ഫിനോഫ്തലിൻ ഉണ്ട്. നമുക്കറിയാം ആസിഡ് ആണോ ആൽക്കലി ആണോ എന്നൊക്കെ ടെസ്റ്റ് ചെയ്യാനുള്ള ഇൻഡിക്കേറ്റർ ആണ് എന്ത്, ഫിനോഫ്തലിൻ ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത്. അപ്പം ആ ഇൻഡിക്കേറ്റർ ആഡ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, വെള്ളം ഒരു ബീക്കറിൽ നിറച്ചെടുത്തിട്ടുണ്ട്. ആൻഡ് ഒരു സിറിഞ്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു RB ഫ്ലാസ്ക്. ഈ ഒരു ഇതിനെ പറയുന്നതാണ് റൗണ്ട് ബോട്ടം ഫ്ലാസ്ക്, RB ഫ്ലാസ്ക് എന്ന് പറയും. ഓക്കെ, ദിസ് ഈസ് RB ഫ്ലാസ്ക്. ഈ RB ഫ്ലാസ്ക് കംപ്ലീറ്റ് എന്താണ്, അമോണിയ ഗ്യാസ് നമ്മൾ ഫില്ല് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ സിറഞ്ചിന്റെ യൂസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, സിറഞ്ച് നമ്മൾ പതുക്കെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ എന്താവും, പ്രഷർ കൊടുക്കുകയാണ്. സോ ഇവർ തമ്മിലുള്ളൊരു പ്രഷറിൽ എന്തുണ്ടാവും, ഒരു വേരിയേഷൻ ഉണ്ടാവും. ആ ഒരു വേരിയേഷൻ കാരണം എന്ത് സംഭവിക്കും, നമ്മളിവിടെ ഒരു ട്യൂബ് കണക്ട് ചെയ്തിട്ടുണ്ട് ഇല്ലേ, ഈ RB ഫ്ലാസ്കും ബീക്കറും തമ്മിൽ ഒരു ട്യൂബ് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ പ്രഷറിൽ വേരിയേഷൻ വരുമ്പോൾ എന്ത് സംഭവിക്കും, ഇതിലെ വെള്ളം പതുക്കി ട്യൂബിലൂടെ മുകളിലേക്ക് ചെല്ലും. എന്നിട്ട് ഈ ഫൗണ്ടെയിൻ പോലെ, നമ്മൾ ഈ ചോക്ലേറ്റ് ഫൗണ്ടെയിൻ ഒക്കെ കണ്ടിട്ടില്ലേ, അതുപോലെ എന്ത് ചെയ്യും, ഫൗണ്ടെയിൻ പോലെ ഈ വെള്ളം നമ്മുടെ RB ഫ്ലാസ്കിലേക്ക് വീഴും. RB ഫ്ലാസ്ക് കംപ്ലീറ്റ് ആരാ, അമോണിയ ഗ്യാസ് ആണ്. സോ ആ അമോണിയ ആയിട്ടാണ് ഈ വാട്ടർ എന്ത് ചെയ്യുന്നത്, റിയാക്ട് ചെയ്യുന്നത്. അപ്പൊ പിങ്ക് കളറിൽ വരും, നല്ല അടിപൊളിയായിട്ടൊരു പിങ്ക് കളറിലാണ് നമുക്ക് സൊല്യൂഷൻ കിട്ടുക. അതായത് അമോണിയ എന്താണ്, ആൽക്കലൈൻ ആണ്. അപ്പൊ ഒരു ആൽക്കലൈൻ സബ്സ്റ്റൻസ് കോമ്പൗണ്ടോട് ഉണ്ടാവുന്നുണ്ട്, ദാറ്റ് ഈസ് അമോണിയം ഹൈഡ്രോക്സൈഡ്, NH4OH. അതാണ് വാട്ടറും അമോണിയയും കൂടെ ജോയിൻ ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാവുന്ന ലിക്വിഡ് എന്ന് പറയുന്നത് അമോണിയം ഹൈഡ്രോക്സൈഡ്. അപ്പൊ ജസ്റ്റ് ആ എക്സ്പെരിമെന്റ് നമുക്കൊന്ന് ആനിമേറ്റ് ചെയ്ത് കാണാം, അപ്പൊ ഒന്നും കൂടി ക്ലിയർ ആവും. ഓക്കെ, സോ പതുക്കെ സിറഞ്ച് പ്രസ് ചെയ്തു, കണ്ട, അപ്പൊ ഇതുപോലെ നല്ല ഫൗണ്ടെയിൻ ആയിട്ട് നല്ല അടിപൊളിയായിട്ടായിരിക്കും എന്ത്, ഈ ഒരു റിയാക്ഷൻ ലാബിൽ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ നിന്ന് ക്ലിയർ ആയത് അമോണിയ ഹൈലി സോളുബിൾ ആണ് എന്തില്, വാട്ടറിൽ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് 2 വേർഡ്സ് ആണ്, ദാറ്റ് ഈസ് ലിക്വിഡ് അമോണിയ ആൻഡ് ലിക്വിഡ് അമോണിയ. അവർ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് വെച്ചാൽ, ലിക്വിഡ് അമോണിയ എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ഹൈലി കോൺസെൻട്രേറ്റഡ് അക്വസ് സൊല്യൂഷൻ ഓഫ് അമോണിയ. അതായത് അമോണിയയുടെ കോൺസെൻട്രേഷൻ കൂടുതലുള്ള ലിക്വിഡ് ആണ് എന്ത്, ലിക്വിഡ്
ലിക്വിഡ് അമോണിയ എന്ന് പറയുന്നത്. ബട്ട് ലിക്വിഡ് അമോണിയ എന്ന് പറയുമ്പോൾ അമോണിയ ഗ്യാസിനെ ഹൈ പ്രഷർ കൊടുത്ത് എന്ത് ചെയ്യും? ലിക്വിഫൈ ചെയ്തെടുക്കും. അതാണ് ലിക്വിഡ് അമോണിയ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലിക്വിഫൈഡ് അമോണിയ എന്ന് പറയും. നമ്മുടെ LPG ഗ്യാസ് ഒക്കെ ഇല്ലേ, അതുപോലെ അമോണിയനെ എന്ത് ചെയ്യും? ഹൈ പ്രഷർ കൊടുത്ത് ലിക്വിഫൈ ചെയ്തെടുക്കും. ലിക്വിഡ് ഫോമിലേക്ക് മാറ്റുന്നതാണ് ലിക്വിഡ് അമോണിയ. ഹൈലി കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ ഓഫ് അമോണിയ ആണ് എന്ത്? ലിക്വിഡ് അമോണിയ എന്ന് പറയുന്നത്. മാറിപ്പോകരുത് കേട്ടോ. സോ അത് ക്ലിയർ അല്ലേ? അപ്പം ഇനി നമുക്ക് അമോണിയനെ എങ്ങനെയൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ നോക്കാം. ഒരു ബോട്ടിൽ അമോണിയ ഉണ്ടെങ്കിൽ അത് അമോണിയ നമുക്ക് മനസ്സിലാക്കണ്ടേ? അപ്പോൾ കുറച്ച് ഐഡന്റിഫിക്കേഷൻ ടെസ്റ്റ് നമുക്ക് അമോണിയനെ എങ്ങനെ മനസ്സിലാക്കാം നോക്കാം. സോ ഒന്ന് അതിൻ്റെ സ്മെല്ലാണ്. ആ ബോട്ടിൽ തുറക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു വൃത്തികെട്ടൊരു സ്മെല്ലായിരിക്കും, അങ്ങനെ തന്നെ പറയാം. നല്ല കുത്തനൊരു സ്മെല്ലായിരിക്കും എന്ത്? അമോണിയക്ക് ഉണ്ടായിരിക്കുക, പങ്ക്ജൻ സ്മെല്ല്. പിന്നെ ലിറ്റ്മസ് പേപ്പർ, നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ ലിറ്റ്മസ് പേപ്പർ യൂസ് ചെയ്തിട്ടുണ്ട് അല്ലേ? നമുക്കറിയാം ആസിഡിലാണ് മുക്കുന്നതെങ്കിൽ എന്തുണ്ടാവും? ബ്ലൂ ലിറ്റ്മസ് റെഡ് ആയിട്ട് മാറും. ഇവിടെ നമ്മുടെ അമോണിയ എന്താ? ആൽക്കലൈൻ നേച്ചറാണ്. സോ റെഡ് ലിറ്റ്മസ് എന്തായിട്ട് മാറും? ബ്ലൂ കളറായിട്ട് ചേഞ്ച് ചെയ്യും. ആൻഡ് നെക്സ്റ്റ് റിയാക്ഷൻ ആണ് അമോണിയം ഹൈഡ്രോക്ലോറിക് ആസിഡും കൂടെയുള്ള റിയാക്ഷൻ. അമോണിയ ഗ്യാസിനകത്തേക്ക് അല്ലെങ്കിൽ അമോണിയ ലിക്വിഫൈ ചെയ്തതിനകത്തേക്ക് ഹൈഡ്രോക്ലോറിക് ആസിഡ് നമ്മൾ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അമോണിയം ക്ലോറൈഡ് ഫോം ചെയ്യും. അമോണിയം ക്ലോറൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിക്ക് വൈറ്റ് ഫ്യൂംസ് ആണ്. ഇതുപോലെ ഇങ്ങനെ പുകഞ്ഞു വരും, നല്ല വൈറ്റ് തിക്ക് ഫ്യൂംസ് ആയിരിക്കും എന്ത്? അമോണിയം ക്ലോറൈഡ് എന്ന് പറയുന്നത്. അപ്പം ഇത് മൂന്നുമാണ് എന്ത്? അമോണിയയുടെ ഐഡന്റിഫിക്കേഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ആണ് ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ ഓഫ് അമോണിയ. നമ്മൾ ലാബിൽ അമോണിയ പ്രിപ്പയർ ചെയ്തു ഇല്ലേ? അമോണിയം ക്ലോറൈഡും അതുപോലെ കാൽഷ്യം ഹൈഡ്രോക്സൈഡും വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു? ലാബിൽ ഒരു സ്മോൾ ക്വാണ്ടിറ്റി അമോണിയ നമ്മൾ പ്രിപ്പയർ ചെയ്തു. ഇനി നെക്സ്റ്റ് ഹ്യൂജ് ക്വാണ്ടിറ്റിയിൽ നമ്മൾ അമോണിയ പ്രൊഡക്ഷൻ നടത്തുകയാണ്. അപ്പോൾ അത് എന്ത് വേണം? ഹ്യൂജ് ക്വാണ്ടിറ്റിയിൽ വേണം അമോണിയ പ്രൊഡക്ഷൻ നടത്താൻ. സോ ദാറ്റ് ഈസ് ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ ഓഫ് അമോണിയ. അപ്പോൾ ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ ഓഫ് അമോണിയനെ പറയുന്ന പേരാണ് ഹേബർ പ്രോസസ്. ആളാണ് ആദ്യമായിട്ട് ഇത് കൊണ്ടുവന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു പ്രോസസ്സ് നമ്മൾ ഹേബർ പ്രോസസ് എന്നാണ് പറയുന്നത്. അവിടെ എന്താ ചെയ്യുന്നത്? ഇതാണ് അവിടെ നടക്കുന്ന ഇക്വേഷൻ. അതായത് 1:3 റേഷ്യോയിൽ നൈട്രജനെയും ഹൈഡ്രജനെയും കൂടെ എന്ത് ചെയ്യും? കമ്പൈൻ ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? ഹൈ ക്വാണ്ടിറ്റിയിൽ അമോണിയ ഗ്യാസ് നമുക്ക് കിട്ടും. അതിന് കുറച്ച് എന്ത് വേണം? കുറച്ച് യൂണിക് ക്യാരക്ടേഴ്സ് ഉണ്ട്. ഒന്ന് അതിൻ്റെ പ്രഷർ, 200 അറ്റ്മോസ്ഫിയറിക് പ്രഷർ നമ്മൾ അതിനകത്ത് എന്ത് ചെയ്യണം? അപ്ലൈ ചെയ്തിരിക്കണം. ആ ഒരു സെറ്റിങ്സിനകത്തേക്ക് 200 അറ്റ്മോസ്ഫിയറിക് പ്രഷർ നമ്മൾ അപ്ലൈ ചെയ്യണം. ആൻഡ് നെക്സ്റ്റ് ഈസ് 450 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ. ഹൈ ടെമ്പറേച്ചറും ഹൈ പ്രഷറും അപ്ലൈ ചെയ്യുമ്പോഴാണ് എന്ത്? ഈ റിയാക്ഷൻ നടക്കുന്നത്. ആൻഡ് ഈ റിയാക്ഷൻ ഒന്നും കൂടെ ഫാസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് കൊടുക്കും? സ്പോഞ്ചി അയൺ കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കും ആസ് എ കാറ്റലിസ്റ്റ്. നമുക്കറിയാം കാറ്റലിസ്റ്റിൻ്റെ യൂസ് എന്താ? ഐദർ ഒരു റിയാക്ഷൻ ഡിലേ ചെയ്യാൻ അല്ലെങ്കിൽ സ്പീഡപ്പ് ആക്കാനാണ്. സോ ഇവിടെ ഈ റിയാക്ഷനെ സ്പീഡപ്പ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ആഡ് ചെയ്ത് കൊടുക്കും? സ്പോഞ്ചി അയോണെ കാറ്റലിസ്റ്റ് ആയിട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കും. ആൻഡ് ഈ ടെമ്പറേച്ചറിൻ്റെ വാല്യൂ പ്രഷറിൻ്റെ വാല്യൂ ഓർത്തിരിക്കണം. ആൻഡ് പ്ലസ് ദിസ് ഇക്വേഷൻ, ഈ ഒരു ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്ര ഉള്ളു ഹേബർ പ്രോസസ്സ്. ഒരുപാട് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കേണ്ട ഒരു ടോപ്പിക് അല്ല ഹേബർ പ്രോസസ്സ്. ജസ്റ്റ് ഇക്വേഷനും ടെമ്പറേച്ചറും പ്രഷറും നോട്ട് ഡൗൺ ചെയ്താൽ മതി. ഓക്കെ, ആൻഡ് ഈ നെയിമും മാത്സ് ഫോളോയിങ്ങിൽ മെയിനായിട്ട് വരുന്നതാണ് എന്ത്? അമോണിയ പ്രിപ്പറേഷൻ ഹേബർ പ്രോസസ്. ഓക്കെ, നെക്സ്റ്റ് ആണ് റിവേഴ്സിബിൾ റിയാക്ഷൻ. റിവേഴ്സിബിൾ എന്ന് വെച്ചാൽ എന്താ? തിരിച്ചും നടക്കാവുന്ന റിയാക്ഷൻ. അതിനാണ് നമ്മൾ റിവേഴ്സിബിൾ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇവിടെ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഡിപ്പ് ചെയ്തിട്ട് കുറച്ച് കോട്ടൺ വെച്ചിട്ടുണ്ട്. ക്ലോസ്ഡ് സിസ്റ്റം ആണ് കേട്ടോ അത്. ഒരു ക്ലോസ്ഡ് സിസ്റ്റത്തിനകത്ത് നമ്മൾ ഒരറ്റത്ത് എന്ത് ചെയ്തിട്ടുണ്ട്? HCl മുക്കിയിട്ട് കോട്ടൺ വെച്ചിട്ടുണ്ട്. ആൻഡ് ഓപ്പോസിറ്റ് സൈഡിൽ അമോണിയയിൽ ഡിപ്പ് ചെയ്തിട്ടുള്ള കോട്ടൺ നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പം അതൊക്കെ ഇവർ നമ്മൾ റിയാക്ഷൻ നടക്കുമ്പോൾ എന്തുണ്ടാവും? നേരത്തെ കണ്ട റിയാക്ഷൻ അമോണിയം ക്ലോറൈഡ് ഗ്യാസ്, അതായത് വൈറ്റ് ഫ്യൂംസ് ഇവിടെ ഉണ്ടാവാൻ തുടങ്ങും. അതൊരു റിയാക്ഷൻ. ഇൻ കേസ് നമ്മളിവിടെ എന്ത് ചെയ്യാൻ കൊടുക്കുകയാണ്? ഫയർ കൊടുക്കുകയാണ്. എന്നിട്ട് ഹീറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് നോക്കിയാൽ കാണാം ആ ഒരു ഗ്ലാസ്സിനകത്ത് ആ വൈറ്റ് ഫ്യൂംസ് ഇല്ലാതായി മാറും. അതായത് എഗെയിൻ എന്ത് നടക്കും? അമോണിയം ക്ലോറൈഡ് തിരിച്ച് അമോണിയയും ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് കൺവേർട്ട് ആവും. ക്ലിയർ ആയോ? ഫസ്റ്റ് നമ്മൾ എടുത്തിട്ടുള്ളത് അമോണിയം ഹൈഡ്രോക്ലോറിക് ആസിഡ് കൊണ്ട് റിയാക്ട് ചെയ്തു. എന്ത് കിട്ടി? നമുക്കിവിടെ NH4Cl കിട്ടി, തിക് വൈറ്റ് ഫ്യൂംസ് കിട്ടി. എഗെയിൻ നമ്മൾ അതിനെ ഹീറ്റ് ചെയ്യുമ്പോൾ ആ റിയാക്ഷൻ റിവേഴ്സ് നടക്കുകയാണ്, തിരിച്ച് നടക്കും. എന്തുണ്ടാവും? അമോണിയം ഹൈഡ്രോക്ലോറിക് ആസിഡ് ആയിട്ട് തിരിച്ച് സ്പ്ലിറ്റായി മാറും.
സോ നമ്മൾ ആ റിയാക്ഷൻ എങ്ങനെ എഴുതും? ഈ ഒരു സൈൻ യൂസ് ചെയ്ത് റെപ്രസെന്റ് ചെയ്യും. അങ്ങോട്ട് നടക്കുന്നതിനെ നമ്മൾ എന്ത് പറയും? ഫോർവേഡ് റിയാക്ഷൻ എന്ന് പറയും. ഓക്കെ, റിയാക്ടൻസ് പ്രോഡക്ട്സ് ആയിട്ട് മാറുന്നതിനെ നമ്മൾ ഫോർവേഡ് റിയാക്ഷൻ എന്ന് പറയും. ആൻഡ് തിരിച്ച് നടക്കുന്നതിനെ ബാക്ക്വേർഡ് റിയാക്ഷൻ എന്ന് പറയും. ക്ലിയർ ആയോ? അപ്പൊ ഇതാണ് എന്ത്? റിവേഴ്സിബിൾ റിയാക്ഷൻ എന്ന് പറയുന്നത്. കുറച്ച് റിവേഴ്സിബിൾ റിയാക്ഷൻസിന് എക്സാമ്പിൾ നോക്കാം. വൺ ഈസ് നമ്മുടെ അമോണിയ പ്രിപ്പറേഷൻ, ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഓഫ് അമോണിയ. അതൊരു റിവേഴ്സിബിൾ റിയാക്ഷൻ ആണ്. ആദ്യം നൈട്രജനും ഹൈഡ്രജനും കൂടെ ഒക്കെ റിയാക്ട് ചെയ്ത് നമുക്ക് അമോണിയ കിട്ടും. പതുക്കെ അമോണിയ റിമൂവ് ചെയ്തില്ല എങ്കിൽ എന്ത് നടക്കും? തിരിച്ച് ബാക്ക്വേർഡ് ആ റിയാക്ഷൻ വീണ്ടും നടക്കും. അതായത് തിരിച്ച് അമോണിയ നൈട്രജനും ഹൈഡ്രജനും ആയിട്ട് ചേഞ്ച് ആവും. ആൻഡ് നെക്സ്റ്റ് ആണ് സൾഫർ ഡയോക്സൈഡും ഓക്സിജനും തമ്മിലുള്ള റിയാക്ഷൻ. ആൻഡ് ഹൈഡ്രജനും അയോഡിനും കൂടെ ഉള്ള റിയാക്ഷൻ, ഹൈഡ്രജൻ അയോഡൈഡ് പ്രിപ്പറേഷൻ. ഇതെല്ലാം റിവേഴ്സിബിൾ റിയാക്ഷന് എക്സാമ്പിൾ ആണ്. ആൻഡ് നിങ്ങൾക്ക് എപ്പോഴും കാണാവുന്നൊരു എക്സാമ്പിൾ ആണ് നമ്മുടെ ഐസ് ടു വാട്ടർ, വാട്ടർ ടു ഐസ്. നമുക്കറിയാം ഐസ് കുറച്ച് നേരം പുറത്ത് വെച്ച് കഴിഞ്ഞാൽ വെള്ളമാവും. എഗെയിൻ അത് ഫ്രിഡ്ജിലേക്ക് വെച്ച് കഴിഞ്ഞാൽ അത് തിരിച്ച് ഐസായി മാറും. അപ്പോൾ ആ കൈൻഡ് ഓഫ് റിയാക്ഷൻസിനാണ് നമ്മൾ എന്ത് പറയുന്നത്? റിവേഴ്സിബിൾ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഓഫ് കോഴ്സ് എന്തുകൊണ്ട്? ഇറിവേഴ്സിബിൾ റിയാക്ഷൻസും ഉണ്ട്. അതായത് ഒരിക്കൽ നടന്നു കഴിഞ്ഞാൽ തിരിച്ച് നമുക്ക് കിട്ടാത്ത ടൈപ്പ് ഓഫ് റിയാക്ഷൻസും ഉണ്ട്. ഇപ്പം ഈ ബുക്ക് കത്തി കരിഞ്ഞ് ചാരമായിട്ടുണ്ടെങ്കിൽ എഗെയിൻ നമുക്ക് ആ പേപ്പർ വേണം, ആ ബുക്ക് വേണമെന്ന് പറഞ്ഞാൽ കിട്ടുമോ? ഇല്ല, അത് ഓൾറെഡി എന്തായി? നമ്മുടെ കയ്യിൽ നിന്ന് പോയി. നമ്മുടെ ടൈം പോലെയാണ് എന്ത്? ഇറിവേഴ്സിബിൾ റിയാക്ഷൻ. ഒരിക്കൽ നടന്നു കഴിഞ്ഞാൽ തിരിച്ചത് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടില്ല. അതിന് എക്സാമ്പിളാണ് കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഫോർമേഷൻ. കാർബണും ഓക്സിജനും കൂടെ ജോയിൻ ചെയ്ത് കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടി. ആ കാർബൺ ഡൈ ഓക്സൈഡിൽ നിന്ന് എഗെയിൻ നമുക്ക് ഓക്സിജൻ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടില്ല. അതുപോലെ തന്നെ സോഡിയം ക്ലോറൈഡും സിൽവർ നൈട്രേറ്റും കൂടെയുള്ള റിയാക്ഷൻ. ഒരിക്കൽ സോഡിയം നൈട്രേറ്റ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയും അതിൽ നിന്ന് സോഡിയം ക്ലോറൈഡ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് കിട്ടില്ല. സോ ആ കൈൻഡ് ഓഫ് റിയാക്ഷൻസിനെയാണ് എന്ത് പറയുന്നത്? ഇറിവേഴ്സിബിൾ റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ റിവേഴ്സിബിൾ റിയാക്ഷനും ഇറിവേഴ്സിബിൾ റിയാക്ഷനും ഐഡന്റിഫൈ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങളോട് ചോദിക്കും. വെദർ ദിസ് റിയാക്ഷൻ ഈസ് റിവേഴ്സിബിൾ ഓർ ഇറിവേഴ്സിബിൾ. അത് വൺ വേർഡ് ആയിട്ട് വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. അതല്ലെങ്കിൽ ഒരു റിവേഴ്സിബിൾ റിയാക്ഷൻ തന്നിട്ട് അതിൽ നിന്ന് ഫോർവേഡ് റിയാക്ഷൻ അല്ലെങ്കിൽ ബാക്ക്വേർഡ് റിയാക്ഷൻ ചൂസ് ചെയ്ത് എഴുതാനായിട്ടുള്ള ക്വസ്റ്റ്യൻ. ഈ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസും കോമൺ ആയിട്ട് നമുക്ക് എക്സാംസിന് 1 മാർക്ക് സെക്ഷനിൽ കാണുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഈ ഒരു ഏരിയ ക്ലിയർ അല്ലേ എല്ലാവർക്കും? അപ്പം നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്, ദാറ്റ് ഈസ് കെമിക്കൽ ഇക്വിലിബ്രിയം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നൊരു പോർഷനാണ് നമ്മുടെ കെമിക്കൽ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. എന്താണ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്? യെസ്, ഒരു സന്തുലനാവസ്ഥ. അത് നമുക്ക് എല്ലാവർക്കും എപ്പോഴും ഹാപ്പി ആയിട്ട് നല്ല പീസ്ഫുൾ ആയിട്ട് പോകാനാണ് ഇഷ്ടം. ആ ഒരു സിറ്റുവേഷനാണ് എന്ത്? കെമിക്കൽ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. അതായത് കെമിസ്ട്രി ടേംസിൽ വരുമ്പോൾ അതെന്തായി? കെമിക്കൽ ഇക്വിലിബ്രിയമായി. അതായത് നമ്മൾ പറഞ്ഞു റിവേഴ്സിബിൾ റിയാക്ഷൻസ് ഉണ്ട് അല്ലേ? എന്താവുന്നു? റിയാക്ടൻസ് പ്രൊഡക്ട്സ് ആവുന്നു. കുറച്ച് കഴിയുമ്പോൾ ഈ പ്രൊഡക്റ്റ് എന്താവും? റിയാക്ടൻസ് ആയിട്ട് കൺവേർട്ട് ആവുന്നു. അതിനാണ് നമ്മൾ റിവേഴ്സിബിൾ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇതൊരു പർട്ടിക്കുലർ പോയിന്റിൽ എത്തുമ്പോൾ എന്താവും? അത് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കും. ആ ഒരു പോയിന്റ് ആണ് എന്ത്? കെമിക്കൽ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. അത് രണ്ട് സൈഡിലേക്കും ഈക്വൽ ആയിട്ട് വരും. ദാറ്റ് ഈസ് കെമിക്കൽ ഇക്വിലിബ്രിയം. ഇപ്പം ഇവിടെ നോക്കുവാണെങ്കിൽ നമ്മുടെ കെമിക്കൽ റിയാക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫോർവേഡ് റിയാക്ഷൻ നടക്കുന്നുണ്ട്. അങ്ങനെ ഫോർവേഡ് റിയാക്ഷൻ നിന്ന് പ്രോഡക്റ്റ് ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്. അറ്റ് സെയിം ടൈമിൽ എന്ത് നടക്കുന്നുണ്ട്? ബാക്ക്വേർഡ് റിയാക്ഷൻ നടക്കുന്നുണ്ട്. ഒരു സ്പെസിഫിക് പോയിന്റിൽ എത്തുമ്പോൾ എന്ത് നടന്നു? രണ്ടും ഈക്വൽ ആയിട്ട് വരും. അതായത് ഫോർവേഡ് റിയാക്ഷനും ബാക്ക്വേർഡ് റിയാക്ഷനും ഈക്വൽ റേറ്റിൽ വരും. റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ വിൽ ബി ഈക്വൽ ടു റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ. ആ ഒരു പെർട്ടിക്കുലർ പോയിന്റ് ദാറ്റ് ഈസ് ഇക്വിലിബ്രിയം സ്റ്റേറ്റ് എന്ന് പറയും. ആൻഡ് ദാറ്റ് ഈസ് കെമിക്കൽ ഇക്വിലിബ്രിയം. സോ കെമിക്കൽ ഇക്വിലിബ്രിയന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കുകയാണെങ്കിൽ, അറ്റ് ഇക്വിലിബ്രിയം ബോത്ത് ദി റിയാക്ടൻസ് ആൻഡ് പ്രോഡക്ട്സ് കോ എക്സിസ്റ്റ്. ഒരു കെമിക്കൽ ഇക്വിലിബ്രിയം എന്ന് പറയണമെങ്കിൽ അവിടെ എന്ത് വേണം? സെയിം ടൈമിൽ പ്രോഡക്ട്സും വേണം, റിയാക്ടൻസും വേണം. രണ്ടും ഉണ്ടെങ്കിലാണ് എന്ത്? കെമിക്കൽ ഇക്വിലിബ്രിയത്തിലാണെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ആൻഡ് നെക്സ്റ്റ്, ദ റേറ്റ് ഓഫ് ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് റിയാക്ഷൻസ് ബിക്കം ഈക്വൽ അറ്റ് ഇക്വിലിബ്രിയം. നമ്മുടെ ഫോർവേഡ് റിയാക്ഷൻ്റെയും ബാക്ക്വേർഡ് റിയാക്ഷൻ്റെയും റേറ്റ് എന്ന് പറയുന്നത്, നിരക്ക് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? തുല്യമായിരിക്കും. ഏത് സ്റ്റേറ്റിൽ? കെമിക്കൽ ഇക്വിലിബ്രിയം സ്റ്റേറ്റിൽ. ആൻഡ് ദെൻ കെമിക്കൽ ഇക്വിലിബ്രിയം ഈസ് അറ്റൈൻഡ് ഇൻ ക്ലോസ്ഡ് സിസ്റ്റം. ഓപ്പൺ സിസ്റ്റത്തിലല്ല, ക്ലോസ്ഡ് സിസ്റ്റത്തിൽ മാത്രമായിരിക്കും എന്ത്? ഈ കെമിക്കൽ ഇക്വിലിബ്രിയം നമുക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റുള്ളൂ. ഓപ്പൺ സിസ്റ്റം ആണെങ്കിൽ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്ത് ചെയ്യും? ആ ഇക്വിലിബ്രിയത്തിനെ എഫക്റ്റ് ചെയ്യും. സോ ക്ലോസ്ഡ് സിസ്റ്റത്തിൽ മാത്രമാണ് എന്തുണ്ടായിരിക്കുള്ളൂ?
കെമിക്കൽ ഇക്വിലിബ്രിയം നമുക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് മൂന്നുമാണ് എന്ത് ഇക്വിലിബ്രിയത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ക്ലിയർ അല്ലേ? സോ ദാറ്റ് ഈസ് കെമിക്കൽ ഇക്വിലിബ്രിയം. ഓക്കെ, അപ്പം നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്, ദാറ്റ് ഈസ് ലീ ഷാറ്റ്ലിയേഴ്സ് പ്രിൻസിപ്പിൾ. ഇതില്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല, അതായത് ഇത് റിലേറ്റഡ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ഷുവർ ആണ് എക്സാമിന്. സോ ലീ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ ഈ ഒരു പ്രിൻസിപ്പിൾ പഠിച്ചു വയ്ക്കുക. അപ്പോൾ ലീ ഷാറ്റ്ലിയർ എന്താ പറഞ്ഞു നോക്കാം. വെൻ ദ കോൺസെൻട്രേഷൻ, പ്രഷർ or temperature of a system at equilibrium is changed, the system will readjust itself so as to nullify the effect of that change and attain a new state of equilibrium. അതായത് ഓൾറെഡി ഇക്വിലിബ്രിയത്തിൽ ഇരിക്കുന്ന ഒരു സിസ്റ്റം, ഒരു സന്തുലനാവസ്ഥയിൽ നല്ല സമാധാനത്തിലിരിക്കുന്ന ഒരു സിസ്റ്റം, ആ സിസ്റ്റത്തിനകത്തേക്ക് കോൺസെൻട്രേഷനിലോ പ്രഷറിലോ ടെമ്പറേച്ചറിലോ എന്തെങ്കിലും ഒരു ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ, അതായത് ഈ മൂന്ന് പേരിൽ ആരെങ്കിലും എന്തെങ്കിലും ഒരു ചേഞ്ച് ആ ഒരു സിസ്റ്റത്തിൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ആ സിസ്റ്റം എന്ത് ചെയ്യും? സിസ്റ്റം തന്നെ അതെന്ത് ചെയ്യും? നള്ളിഫൈ ചെയ്യും. നള്ളിഫൈ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ചേഞ്ചിനെ ഇല്ലാതാക്കും. എന്നിട്ട് എന്ത് ചെയ്യും? ഒരു ന്യൂ സ്റ്റേറ്റ് ഓഫ് ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യും. അതാണ് നമ്മുടെ ലീ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ പറയുന്നത്. അതായത് നല്ല സമാധാനത്തിൽ പൊയ്ക്കൊണ്ടിരുന്ന ഒരു സിസ്റ്റം ഡിസ്റ്റർബൻസ് ആയിട്ട് ആരെങ്കിലും വന്നു, ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും? ആ സിസ്റ്റം തന്നെ ആ ഡിസ്റ്റർബൻസിനെ ഇല്ലാതാക്കി എഗെയിൻ ഒരു സമാധാനത്തിലുള്ള പൊസിഷനിലേക്ക് മാറും. അതാണ് നമ്മുടെ ലീ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ പറയുന്നത്. അപ്പം കെമിക്കൽ ഇക്വിലിബ്രിയത്തിൽ ചേഞ്ച് വരുത്തുന്ന 3 ഫാക്ടേഴ്സ് ആണ്. ഒന്ന് കോൺസെൻട്രേഷൻ, ദെൻ പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ. അപ്പോൾ ഓരോരുത്തരും എങ്ങനെയാണ് കെമിക്കൽ ഇക്വിലിബ്രിയത്തിൽ ഇരിക്കുന്ന ഒരു സിസ്റ്റത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇഫക്റ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. സോ ഫസ്റ്റ് വൺ ആണ് ഇൻഫ്ലുവൻസ് ഓഫ് കോൺസെൻട്രേഷൻ. അതായത് ഇതാണ് നമ്മുടെ റിവേഴ്സിബിൾ റിയാക്ഷനിൽ മാത്രമാണ് കേസ് നടക്കുന്നത്. സോ റിവേഴ്സിബിൾ റിയാക്ഷനിൽ ഐദർ ഓൺ പ്രോഡക്റ്റ് സൈഡ് ഓർ റിയാക്ടൻറ്റ് സൈഡ് ഇതിലെവിടെയെങ്കിലും നമ്മൾ കോൺസെൻട്രേഷൻ കൂട്ടി കൊടുക്കുകയാണ്. അതായത് നമ്പർ ഓഫ് മോളിക്യൂൾസിനെ ഇൻക്രീസ് ചെയ്യാണ്. ഓൾറെഡി പി സിസ്റ്റം ഇക്വിലിബ്രിയത്തിലാണ് ഇരിക്കുന്നത്. എയും ബിയും കൂടെ കമ്പൈൻ ചെയ്തു, C+D എന്ത് കിട്ടി? പ്രോഡക്റ്റ് കിട്ടി. അപ്പോൾ ഒരു ഇക്വിലിബ്രിയത്തിലാണ് ഇരിക്കുന്നത്. ഇൻ കേസ് നമ്മൾ 2 more ABസിനെ ആഡ് ചെയ്യാണ്. ഇതുപോലെ ആഡ് ചെയ്യുമ്പോൾ എന്തുണ്ടാവും? സിസ്റ്റം എന്ത് ചെയ്തു? ചേഞ്ച് ചെയ്തു അല്ലേ? അപ്പം എന്ത് സംഭവിച്ചു? ഒരാൾ അങ്ങടേക്ക് കൊടുത്തു, അതായത് ഫോർവേഡ് റിയാക്ഷൻ നടന്നു. നമ്മൾ ഇതിൻ്റെ ഇടയ്ക്കാണ് എന്ത് കൊടുത്തത്? A+B, ഒരു എയും ഒരു ബിയും കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തത്. അതായത് അവിടെ കോൺസെൻട്രേഷൻ ഇപ്പം എന്ത് വന്നു? 4 വന്നു. ബട്ട് പ്രോഡക്റ്റ് സൈഡിൽ 2 പേരേ ഉള്ളൂ. അപ്പം എന്ത് നടന്നു? ഫോർവേഡ് റിയാക്ഷൻ. ഇവിടെയല്ലേ കൂടുതലുള്ളവിടത്ത് നിന്ന് കുറവുള്ളവിടത്തേക്ക് എന്ത് നടക്കും? റിയാക്ഷൻ നടക്കും. സോ ഫോർവേഡ് റിയാക്ഷൻ നടക്കുമ്പോൾ എന്ത് നടന്നു? ഇതിൽ നിന്ന് ഒരാൾ പ്രോഡക്റ്റ് സൈഡിലേക്ക് പോയി എഗെയിൻ 3 എന്ന് പറഞ്ഞ ന്യൂ സ്റ്റേറ്റ് ഓഫ് ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്തു. അപ്പം ഇങ്ങനെയാണ് എന്ത്? കോൺസെൻട്രേഷൻ്റെ ഇൻഫ്ലുവൻസ് നമ്മുടെ സിസ്റ്റം റീഅഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നത്. നിങ്ങൾക്കിത് ഇൻഫ്ലുവൻസ് ഓഫ് കോൺസെൻട്രേഷൻ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഇൻ ടേംസ് ഓഫ് അമോണിയ പ്രിപ്പറേഷൻ്റെ ഇക്വേഷൻ വെച്ചിട്ടാണ്. ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ടായിരിക്കും നിങ്ങളോട് കോൺസെൻട്രേഷൻ്റെ ആണെങ്കിലും പ്രഷറിൻ്റെ ആണെങ്കിലും ടെമ്പറേച്ചറിൻ്റെ ആണെങ്കിലും ഇൻഫ്ലുവൻസ് ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. ഓക്കെ, സോ ഇവിടെ N2 + 3H2 gives 2NH3. ആ ഒരു സിസ്റ്റം ഇക്വിലിബ്രിയത്തിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഓക്കെ, ഇതിനകത്തേക്ക് നമ്മൾ എന്ത് ചെയ്തു? കുറച്ച് ഹൈഡ്രജൻ ആഡ് ചെയ്ത് കൊടുത്തു. ഓൾറെഡി ഇവിടെ ഉള്ള 3H2 കൂടെ നമ്മൾ ഹൈഡ്രജൻ വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ദാറ്റ് മീൻസ് എന്ത് സംഭവിച്ചു? റിയാക്ടൻറ്റ് സൈഡിൽ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യുക ചെയ്തിരിക്കുന്നത്. അതായത് ഒന്ന് കൂടി അല്ലേ? ഹൈഡ്രജൻ്റെ എമൗണ്ട് അവിടെ കൂടി. ഓട്ടോമാറ്റിക്കലി അവിടെ എന്ത് നടക്കും? ഈ ഹൈഡ്രജൻ പതുക്കെ അമോണിയ ആവണം അല്ലേ? സോ അവിടെ ഫോർവേഡ് റിയാക്ഷൻ്റെ റേറ്റ് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. അതുപോലെ ഇപ്പം നമ്മൾ അമോണിയാണ് ആഡ് ചെയ്തതെന്ന് വിചാരിക്കും. പ്രോഡക്റ്റ് സൈഡിൽ നമ്മൾ കൂടുതൽ അമോണിയ മോളിക്യൂൾസിനെ ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ എന്ത് സംഭവിച്ചു? പ്രോഡക്റ്റ് സൈഡിൽ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്തു അല്ലേ? അപ്പോൾ അവിടെ എന്ത് നടക്കണം? യെസ്, പ്രോഡക്റ്റ് കുറച്ച് എന്താവണം? റിയാക്ടൻസ് ആയിട്ട് മാറണം. സോ അവിടെ എന്ത് നടക്കും? റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ ആണ് എന്ത് നടക്കുന്നത്? അവിടെ ഇൻക്രീസ് ആവുന്നത്. ഓക്കെ, റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ
ഇൻക്രീസസ്. ഇനി നെക്സ്റ്റ് അമോണിയ ഈസ് റിമൂവ്ഡ്. അതായത് അവിടെ പ്രൊഡക്റ്റ് ആവുന്നുണ്ട് അമോണിയ, അല്ലേ? അമോണിയ ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്. ഈ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അമോണിയനെ നമ്മൾ എന്ത് ചെയ്യാണ്? പതുക്കെ റിമൂവ് ചെയ്യുകയാണെന്ന് വിചാരിക്കും. ഓക്കെ, നമ്മൾ അതിനെ എടുത്ത് മാറ്റിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ എന്താ? പ്രോഡക്റ്റ് സൈഡിൽ കോൺസെൻട്രേഷൻ വല്ലാണ്ട് കുറഞ്ഞു. നമുക്കറിയാം കോൺസെൻട്രേഷൻ കുറഞ്ഞാൽ എന്ത് സംഭവിക്കും? കൂടുതലുള്ളിടത്തുനിന്ന് കുറവുള്ളിടത്തേക്ക് റിയാക്ഷൻ നടക്കും. സോ അവിടെയും എന്ത് നടക്കും? ഫോർവേഡ് റിയാക്ഷൻ്റെ റേറ്റ് ഇൻക്രീസ് ചെയ്യും. ഓക്കെ, ഫോർവേഡ് റിയാക്ഷൻ ഇൻക്രീസസ്. ഓക്കെ, നെക്സ്റ്റ് മോർ നൈട്രജൻ ഈസ് ആഡഡ്. നൈട്രജൻ്റെ എമൗണ്ട് ആണ് കൂട്ടുന്നത്. നമ്മുടെ റിയാക്ടൻസ് സൈഡിലുള്ള നൈട്രജൻ്റെ എമൗണ്ട് നമ്മൾ കൂട്ടി കൊടുക്കുകയാണ്. അപ്പോൾ എവിടെ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്ത്? പ്രോഡക്റ്റ് സൈഡിൽ അല്ല, റിയാക്ടൻസ് സൈഡിൽ എന്ത് ചെയ്തു? നമ്മുടെ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്തു, കൂടി വന്നു. റിയാക്ടൻസ് സൈഡിൽ കോൺസെൻട്രേഷൻ കൂടിയിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? യെസ്, ഫോർവേഡ് റിയാക്ഷനാണ് നടക്കുന്നത്, അല്ലേ? റിയാക്ടൻസ് സൈഡിൽ നമ്പർ കൂടുന്നതിനനുസരിച്ച് എന്ത് നടക്കണം? പ്രോഡക്റ്റ് ഉണ്ടായിക്കൊണ്ടേയിരിക്കണം. സോ അവിടെയും എന്ത് നടക്കും? ഫോർവേഡ് റിയാക്ഷൻ ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അപ്പം ഇങ്ങനെയായിരിക്കും നിങ്ങളോടും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഈ ഒരു ഇക്വേഷൻ തന്നിട്ട് നൈട്രജൻ എമൗണ്ട് കൂടുതലായി, അങ്ങനെയാണെങ്കിൽ അവിടെ ഏത് റിയാക്ഷൻ നടക്കും? അല്ലെങ്കിൽ ഹൈഡ്രജൻ്റെ എമൗണ്ട് കൂടുതലായി, ദെൻ അവിടെ ഏത് റിയാക്ഷൻ നടക്കും? അല്ലെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് നൈട്രജനെ റിമൂവ് ചെയ്യാണ്. ഓക്കെ, നമ്മൾ റിയാക്ടൻസ് സൈഡിൽ നിന്ന് നൈട്രജനെ റിമൂവ് ചെയ്യാണ്. അപ്പോൾ അവിടെ ഏത് റിയാക്ഷൻ നടക്കും? യെസ്, ബാക്ക്വേർഡ് റിയാക്ഷൻ നടക്കും, അല്ലേ? അപ്പോൾ ഈ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങളോട് ഇൻഫ്ലുവൻസ് ഓഫ് കോൺസെൻട്രേഷനിൽ നിന്ന് ചോദിക്കാനായിട്ട് സാധ്യതയുള്ളത്. ഓക്കെ, അപ്പോൾ ഇൻഫ്ലുവൻസ് ഓഫ് കോൺസെൻട്രേഷൻ ഈ ഒരു ടോപ്പിക്ക് ക്ലിയർ അല്ലേ? അപ്പോൾ നെക്സ്റ്റ് ആണ് എന്ത്? ഇൻഫ്ലുവൻസ് ഓഫ് പ്രഷർ. പ്രഷർ എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് നോക്കാം. നമുക്കറിയാം നല്ല നമ്മുടെ സ്കൂൾ ടൈമിലൊക്കെ ഉള്ള ബസ് ഉണ്ടല്ലോ, അതിനകത്ത് എങ്ങനെയാണ്? എത്ര ആളുകളെ കൊള്ളാമോ അതിലധികം ആളുകളായിരിക്കും അപ്പം ആ ടൈമിൽ ആ ബസ്സിലുണ്ടായിരിക്കുക. സോ അവിടെ എന്തായിരിക്കും? ഭയങ്കര പ്രഷറായിരിക്കും. എപ്പോഴാണ് പ്രഷർ കുറയുന്നത്? അതിൽ നിന്ന് ഓരോരുത്തരായിട്ട് ഓരോ സ്റ്റോപ്പിൽ ഇറങ്ങി പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും? നമുക്ക് അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ആ ഒരു പ്രഷർ, ആ ഒരു പിരിമുറുക്കം അവിടെ എന്ത് ചെയ്യും? ഇല്ലാതാവും. അതുപോലെ തന്നെയാണ് ഇവിടെ നമ്മുടെ ഒരു സിസ്റ്റത്തിൽ, ഒരു ക്ലോസ്ഡ് സിസ്റ്റത്തിനകത്ത് നമുക്കറിയാം റിയാക്ടൻസ് ഉണ്ട്, പ്രോഡക്ട്സ് ഉണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു സൈഡിൽ നമ്പർ ഓഫ് മോൾസ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ A+B തന്നെ എടുക്കാൻ വെച്ചിരിക്കും. 2A+B gives 2C. അപ്പോൾ 2A+B നമുക്ക് എന്ത് കിട്ടി? 2C പ്രോഡക്റ്റ് ആയിട്ട് കിട്ടി. ഇവിടെ നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുമ്പോൾ 2 + 1 ദാറ്റ് ഈസ് 3 വരും. പ്രോഡക്റ്റ്സ് എത്ര മോൾസ് ഉണ്ട്? 2 മോൾസ് ആണുള്ളത്. കമ്പാരിറ്റീവ്ലി നമ്പർ ഓഫ് മോൾസ് കൂടുതൽ എവിടെയാ? യെസ്, റിയാക്ടൻസ് സൈഡിലാണ് മോൾസിൻ്റെ നമ്പറിൽ കൂടുതലുള്ളത്. അതായത് ഇവിടെയായിരിക്കും എന്തുണ്ടായിരിക്കുക? പ്രഷർ കൂടുതൽ. പ്രഷർ എവിടെയാണോ കൂടുതൽ അവിടെ നിന്ന് എന്ത് ചെയ്യും? ഇക്വിലിബ്രിയം പതുക്കെ എവിടെയാണോ കുറവ് അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും. സോ ഫോർവേഡ് റിയാക്ഷൻ ആയിരിക്കും ഇവിടെ നടക്കുന്നത്. ഇപ്പം നമ്മൾ അമോണിയ വെച്ച് പറയുകയാണെങ്കിൽ അമോണിയ പ്രിപ്പറേഷൻ ഇക്വേഷനിൽ N2 + 3H2 ആണ്. അതായത് ഒരു നൈട്രജനും 3 ഹൈഡ്രജൻ മോളിക്യൂൾസ് ആണ്. സോ 1 + 3 4 മോൾസ് ആണ് എന്ത്? റിയാക്ടൻസ് ഉള്ളത്. ബട്ട് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എത്രയാ? 2 മോൾസേ ഉള്ളൂ, അല്ലേ? 2 മോൾസ് ആണ് നമ്മുടെ പ്രോഡക്റ്റ് ഉള്ളത്. ഇവിടെ എന്ത് നടക്കും? ഇവിടെ 4 മോൾസ് ആണ്, അവിടെ 2 മോൾസ് ആണ്. എവിടെയായിരിക്കും പ്രഷർ കൂടുതൽ? യെസ്, റിയാക്ടൻസ് സൈഡിലായിരിക്കും പ്രഷർ കൂടുതലുണ്ടായിരിക്കാം. റിയാക്ടൻസ് സൈഡിൽ പ്രഷർ കൂടുതലാണെങ്കിൽ ഇക്വിലിബ്രിയം എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യണം? എവിടെയാണോ കുറവുള്ളത് അങ്ങോട്ടേക്ക് ഇക്വിലിബ്രിയത്തിന് ഷിഫ്റ്റ് ചെയ്യണം. സോ ഫോർവേഡ് റിയാക്ഷൻ നടക്കും ഈ കേസിൽ. ക്ലിയർ ആയോ? അതാണ് പ്രഷറിന്റെ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത്. ഇഫ് എനി കേസ് നമ്പർ ഓഫ് മോൾസ് ഇവിടെയാണ് കൂടുതൽ എന്ന് വിചാരിക്കും, പ്രോഡക്റ്റ് സൈഡിലാണ് നമ്പർ ഓഫ് മോൾസ് കൂടുതലെങ്കിൽ എന്ത് നടക്കും? ബാക്ക്വേർഡ് റിയാക്ഷൻ ആയിരിക്കും അവിടെ നടക്കുന്നത്. ക്ലിയർ അല്ലേ? യെസ്, when pressure increases equilibrium shift to the side with fewer molecules. നമ്മൾ നേരത്തെ കണ്ട പോലെ പ്രഷർ ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എവിടെയാണോ കുറവുള്ളത് അങ്ങോട്ടേക്കായിരിക്കും എന്ത് ചെയ്യുന്നത്? പ്രഷർ ഷിഫ്റ്റ് ചെയ്യുന്നത്. ആൻഡ് വെൻ പ്രഷർ ഡിക്രീസസ് ഇക്വിലിബ്രിയം ഷിഫ്റ്റ് ടു ദി സൈഡ് വിത്ത് മോർ മോളിക്യൂൾസ്. പ്രഷർ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇക്വിലിബ്രിയം എന്ത് ചെയ്യും? എവിടെയാണോ കൂടുതൽ മോൾസ് ഉള്ളത് അങ്ങോട്ടേക്ക് ഇക്വിലിബ്രിയം ഷിഫ്റ്റ് ചെയ്യും. ക്ലിയർ ആയോ?
അതാണ് പ്രഷറിന്റെ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് ഇൻ എ റിവേഴ്സിബിൾ റിയാക്ഷൻ. And in reversible reaction, if there is no change in number of gaseous molecule in the reactant and product side, pressure will not have any effect of chemical equilibrium. അതായത് ഇപ്പോൾ എക്സാമ്പിളിന് H2 plus I2 gives 2HI. അതായത് ഹൈഡ്രജനും അതുപോലെ തന്നെ അയോഡിനും കൂടെ റിയാക്ട് ചെയ്ത് നമുക്ക് ഹൈഡ്രജൻ അയോഡൈഡ് കിട്ടുന്ന ഇക്വേഷനാണിത്. ഇവിടെ നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുമ്പോൾ ഒരു ഹൈഡ്രജൻ മോളിക്യൂളും ഒരു അയോഡിൻ മോളിക്യൂളാണുള്ളത്. സോ ടോട്ടൽ 2 മോൾസ് അല്ലേ. ബട്ട് ഇവിടെയോ, ഇവിടെയും പ്രോഡക്റ്റും എത്ര തന്നെ നമുക്ക് കിട്ടിയിട്ടുള്ളത് 2 മോൾസ് തന്നെയാണ് നമുക്ക് പ്രോഡക്റ്റും കിട്ടിയിട്ടുള്ളത് അല്ലേ. സോ ഇവിടെ എന്തില്ല, ചേഞ്ച് ഇല്ല. നമ്പർ ഓഫ് മോൾസ് ഓഫ് റിയാക്ടൻസും നമ്പർ ഓഫ് മോൾസ് ഓഫ് പ്രോഡക്റ്റും ഇവിടെ എന്താണ്, ഈക്വൽ ആണ്. സോ അവിടെ എന്തുണ്ടായിരിക്കില്ല, കെമിക്കൽ ഇക്വിലിബ്രിയത്തിൽ പ്രത്യേകിച്ച് ചേഞ്ച് ഉണ്ടായിരിക്കില്ല. കെമിക്കൽ ഇക്വിലിബ്രിയത്തിൽ ചേഞ്ച് ഇല്ല എങ്കിൽ അവിടെ എന്തില്ല, പ്രഷറിന് പ്രത്യേകിച്ച് അവിടെ വലിയ ഇഫക്റ്റ് ഒന്നുമില്ല, വലിയ റോള് ഈ ഒരു കേസിൽ പ്രഷറിന് ഉണ്ടായിരിക്കില്ല. അപ്പൊ പ്രഷറിന്റെ ഇൻഫ്ലുവൻസ് എപ്പോഴാണ് വരുന്നത്, ഇൻ കേസ് പ്രോഡക്റ്റ് സൈഡിലോ റിയാക്ടന്റ് സൈഡ്സിലോ നമ്പർ ഓഫ് മോൾസിൽ വേരിയേഷൻ ഉണ്ടെങ്കിൽ ആ ഒരു കേസിൽ മാത്രമേ അവിടെ പ്രഷറിന് ഇൻഫ്ലുവൻസ് ഉള്ളൂ. ക്ലിയർ ആയോ? ഇൻ കേസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് റിയാക്ടന്റ് ആൻഡ് നമ്പർ ഓഫ് മോൾസ് ഓഫ് പ്രോഡക്റ്റ് ഇവർ തമ്മിൽ എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടെങ്കിൽ, ഒരു മോളിന്റെ വേരിയേഷൻ ഉണ്ടെങ്കിൽ പോലും അവിടെ എന്തുണ്ടാവും, പ്രഷറിന്റെ ഇൻഫ്ലുവൻസ് ഉണ്ടായിരിക്കും. ഇതുപോലത്തെ സിറ്റുവേഷൻ ആണെങ്കിൽ, അതായത് നമ്പർ ഓഫ് മോൾസ് ഓഫ് റിയാക്ടൻസും നമ്പർ ഓഫ് മോൾസ് ഓഫ് പ്രോഡക്റ്റും ഈക്വൽ ആണെങ്കിൽ അവിടെ എന്തുണ്ടായിരിക്കില്ല, പ്രഷറിന് പ്രത്യേകിച്ച് റോളൊന്നും ഉണ്ടായിരിക്കില്ല. ക്ലിയർ ആയോ? സോ അതാണ് എന്ത്, ഇൻഫ്ലുവൻസ് ഓഫ് പ്രഷർ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? സോ നെക്സ്റ്റ് ആണ് ഇഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ. അതായത് ടെമ്പറേച്ചറും ഇക്വിലിബ്രിയം തമ്മിലുള്ള ഒരു റിലേഷൻ നോക്കാം. സോ സെയിം ഇക്വേഷൻ തന്നെ, നമ്മുടെ അമോണിയയുടെ പ്രിപ്പറേഷൻ, ഹേബർ പ്രോസസ്സിന്റെ ഇക്വേഷൻ. ഇവിടെ നോക്കിയാൽ കാണാം പ്രോഡക്റ്റ് സൈഡിൽ എന്തും കൂടി ഉണ്ട്, ഹീറ്റും കൂടി ഉണ്ട്. നമ്മൾ അമോണിയ പ്രിപ്പറേഷൻ ഹേബർ പ്രോസസ്സിന്റെ സമയത്ത് കണ്ടു 450 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറാണ് അപ്ലൈ ചെയ്യുന്നത്, ഹൈ ഹീറ്റാണ് അപ്ലൈ ചെയ്യുന്നത്. അതുപോലെ തന്നെ അമോണിയ പ്രിപ്പയർ ആയി കഴിയുമ്പോൾ എന്താണ്, ആ പ്രോസസ്സ് എക്സോതേർമിക് ആണ്. അതായത് അവിടെ ഹീറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, റിലീസ് ചെയ്യുന്നുണ്ട്, ലിബറേറ്റ് ചെയ്ത് പോകുന്നുണ്ട് ആ ഒരു റിയാക്ഷനിൽ. സോ ഇവിടെ ഫോർവേഡ് റിയാക്ഷൻ, എവിടെയാണോ ഹീറ്റ് കാണുന്നത്. സോ ഇവിടെ നോക്കുമ്പോൾ റിയാക്ടൻസ് പ്രോഡക്റ്റ് ആവാണ്, പ്രോഡക്റ്റ് സൈഡിലാണ് ഹീറ്റ് ഉള്ളത് അല്ലേ. സോ ഇറ്റ് വിൽ ബി എ എക്സോതേർമിക് റിയാക്ഷൻ. അതായത് ഹീറ്റിന് എന്ത് ചെയ്യാണ്, റിലീസ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇറ്റ് ഈസ് ആൻ എക്സോതേർമിക് റിയാക്ഷൻ. ഇത് സെയിം റിയാക്ഷൻ തന്നെ ബാക്ക്വേർഡ് പൊസിഷനിലേക്ക് നടക്കുമ്പോൾ, അതായത് അപ്പോൾ ഇതായിരിക്കും നമ്മുടെ റിയാക്ടൻസ് അല്ലേ. അമോണിയാണ് നമ്മുടെ റിയാക്ടൻറ്റ്. അമോണിയയുടെ കൂടെ ആരും കൂടി ഉണ്ട് അവിടെ, ഹീറ്റും കൂടെ ഉണ്ട്. അത് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ എന്ത് ചെയ്യാണ്, അമോണിയയുടെ കൂടെയാണ് ഹീറ്റ്. റിയാക്ടൻറ്റ് സൈഡിലാണ് ഹീറ്റ് വരുന്നതെങ്കിൽ ഇറ്റ് വിൽ ബി എ എൻഡോതേർമിക് റിയാക്ഷൻ. നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്നതാണ് എക്സോതേർമിക്കും എൻഡോതേർമിക്കും. ഹീറ്റ് റിലീസ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് വിൽ ബി എ എക്സോതേർമിക് റിയാക്ഷൻ. ആൻഡ് ഹീറ്റ് അബ്സോർബ് ചെയ്യുകയാണെങ്കിൽ, അതായത് ഹീറ്റ് അബ്സോർബ് ചെയ്തിട്ടാണ് നമുക്ക് പ്രോഡക്റ്റ് കിട്ടുന്നതെങ്കിൽ അതെന്തായിരിക്കും, എൻഡോതേർമിക് റിയാക്ഷൻ ആയിരിക്കും. അപ്പം ശരിക്കും നമ്മുടെ റിയാക്ഷൻ എന്താണ്, എക്സോതേർമിക് ആണ്. അതുകൊണ്ട് ഫോർവേഡ് റിയാക്ഷൻ എക്സോതേർമിക് ആയിട്ട് നടക്കുന്നു. അപ്പോൾ അവിടെ എന്താ, ടെമ്പറേച്ചർ കൂടി വന്നിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ആ കൂടിയ ടെമ്പറേച്ചറിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്ത് നടന്നു, ബാക്ക്വേർഡ് റിയാക്ഷൻ എന്തായി, എൻഡോതേർമിക് റിയാക്ഷൻ ആയിട്ട് മാറി. ക്ലിയർ ആയില്ലേ? സോ ഓൺ ഇൻക്രീസിങ് ദ ടെമ്പറേച്ചർ, സിസ്റ്റത്തിനകത്ത് ടെമ്പറേച്ചർ കൂടുമ്പോൾ ദ സിസ്റ്റം ട്രൈസ് ടു റെഡ്യൂസ് ഇറ്റ് ബൈ ഇൻക്രീസിങ് ദ റേറ്റ് ഓഫ് എൻഡോതേർമിക് റിയാക്ഷൻ. അതായത് നമ്മുടെ ടെമ്പറേച്ചർ കൂടുമ്പോൾ അവിടെ എന്ത് നടക്കുന്നു, ഫോർവേഡ് റിയാക്ഷൻ ആണ് നടക്കുന്നത്. എപ്പോഴും ഫോർവേഡ് റിയാക്ഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ എന്ത് നടക്കും, പ്രോഡക്റ്റ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. സോ ഓട്ടോമാറ്റിക്കലി സിസ്റ്റം എന്ത് ചെയ്യും, എൻഡോതേർമിക് റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്യും. ദാറ്റ് മീൻസ് ബാക്ക്വേർഡ് റിയാക്ഷൻ ഓൺ ഗോയിങ് നടന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ എഗെയിൻ ആ സിസ്റ്റം എന്താവും, ഇക്വിലിബ്രിയത്തിലേക്ക് എത്തും. അതാണ് എന്ത്, ടെമ്പറേച്ചറും ഇക്വിലിബ്രിയവും തമ്മിലുള്ള റിലേഷൻ, അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ഓഫ് ടെമ്പറേച്ചർ ഓൺ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ഇനി വേറൊരാളും കൂടെ ഉണ്ട്, ദാറ്റ് ഈസ് കാറ്റലിസ്റ്റ്. കാറ്റലിസ്റ്റ് നമ്മുടെ ഇക്വിലിബ്രിയത്തിന് ഇഫക്റ്റ് ചെയ്യില്ല, ബട്ട് ഹെൽപ്പ് ചെയ്യും. ആ ഒരു ഇക്വിലിബ്രിയം പെട്ടെന്ന് അറ്റൈൻ ചെയ്യാനോ, അല്ലെങ്കിൽ ചിലത് പെട്ടെന്ന് ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യേണ്ടാത്ത സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പോൾ ആ രണ്ട് സിറ്റുവേഷനിലും
നമ്മുടെ ഇക്വിലിബ്രിയത്തിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫ്രണ്ടാണ് ആര്? കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, പ്രത്യേകിച്ച് ചേഞ്ച് ഒന്നും വരുത്തുന്നില്ല. ചേഞ്ച് ആയ സിസ്റ്റത്തിനെ എന്ത് ചെയ്യും? എഗെയിൻ ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫ്രണ്ടാണ് കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത്. The pressure of the catalyst may speed up or delay the attainment of equilibrium but not affect the chemical equilibrium. either ഇക്വിലിബ്രിയത്തിൽ ഇരിക്കുന്ന ഒരു സിസ്റ്റത്തിൽ ഈ നമ്മുടെ 3 ഫാക്ടേഴ്സ് ഉണ്ടല്ലോ, ടെമ്പറേച്ചറോ പ്രഷറോ കോൺസെൻട്രേഷനോ ആരെങ്കിലും വന്ന് അഫക്റ്റ് ചെയ്ത് ചേഞ്ച് ആയെന്ന് വിചാരിക്കും. അപ്പോൾ ഒന്നുകിൽ നമുക്ക് കാറ്റലിസ്റ്റ് യൂസ് ചെയ്ത് അതിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതായത് ഒന്നുകിൽ പെട്ടെന്ന് ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യാനായിട്ട് കാറ്റലിസ്റ്റ് ഹെൽപ്പ് ചെയ്യും. അതല്ല എങ്കിൽ ചില റിയാക്ഷൻസ് എന്ത് വേണ്ട, നമുക്ക് പെട്ടെന്ന് അറ്റൈൻ ചെയ്യേണ്ടതുണ്ട്. അതായത് സ്പീഡിൽ നടന്നു കഴിഞ്ഞാൽ പ്രശ്നമാവുന്ന കുറച്ച് റിയാക്ഷൻസ് ഉണ്ട്. അപ്പം അവരെ ഡിലേ ചെയ്യാൻ, അവരുടെ സ്പീഡ് കുറയ്ക്കാൻ വേണ്ടിയിട്ടും നമ്മൾ ആരെ ആഡ് ചെയ്ത് കൊടുക്കും? കാറ്റലിസ്റ്റിനെ ആഡ് ചെയ്ത് കൊടുക്കും. സോ കാറ്റലിസ്റ്റ് ആൻഡ് കെമിക്കൽ ഇക്വിലിബ്രിയം എന്ന് പറയുമ്പോൾ അവരുടെ റിലേഷൻ വരുന്നത് ഇങ്ങനെയാണ്. അപ്പം ഇത്രയാണ് ലീ ഷാറ്റ്ലെ പ്രിൻസിപ്പിളിനകത്ത് വരുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത്. ഒന്ന്, ആ പ്രിൻസിപ്പിൾ എന്താണെന്ന് നിങ്ങൾ പഠിച്ചു വെക്കണം. പ്രിൻസിപ്പിൾ നിങ്ങൾക്ക് തറവായിട്ട് അറിഞ്ഞിരിക്കണം. ആൻഡ് ദെൻ ഓരോ ഫാക്ടേഴ്സിൻ്റെയും ഇൻഫ്ലുവൻസ് എങ്ങനെയാണെന്നുള്ളത് അറിയണം. ഇൻഫ്ലുവൻസ് ഓഫ് കോൺസെൻട്രേഷൻ, അപ്പോൾ റിയാക്ഷൻ ഏത് സൈഡിലേക്കാണ് നടക്കുന്നത് അത് നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്യണം. ആൻഡ് ഇൻഫ്ലുവൻസ് ഓഫ് പ്രഷർ, മോൾസിൻ്റെ വേരിയേഷൻ വെച്ചിട്ടാണ് നമ്മുടെ പ്രഷറിൻ്റെ ഇൻഫ്ലുവൻസ് വരുന്നത്. ആൻഡ് ദെൻ ടെമ്പറേച്ചർ, ഫോർവേഡ് റിയാക്ഷൻ ഓൾവേസ് എക്സോതെർമിക് ആയിരിക്കും, ബാക്ക്വേർഡ് റിയാക്ഷൻ എൻഡോതെർമിക് ആയിരിക്കും. ആൻഡ് ദെൻ ലാസ്റ്റ് കാറ്റലിസ്റ്റ്. അപ്പം ഇത്രയാണ് ലീ ഷാറ്റ്ലെ പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ കെമിക്കൽ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞൊരു ഏരിയ കംപ്ലീറ്റ് ആവുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ ഇത്? സോ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്, ദാറ്റ് ഈസ് സൾഫ്യൂരിക് ആസിഡ്. നമ്മുടെ കിങ് ഓഫ് കെമിക്കൽസ് ആണ് ആര്? സൾഫ്യൂരിക് ആസിഡ് എന്ന് പറയുന്നത്. ഒരുപാട് യൂസസ് ഉള്ളൊരു ആസിഡാണ്. അതുപോലെ തന്നെ ആസിഡുകളിൽ തന്നെ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ആസിഡാണ് ആര്? നമ്മുടെ സൾഫ്യൂരിക് ആസിഡ് എന്ന് പറയുന്നത്. അപ്പോൾ സൾഫ്യൂരിക് ആസിഡിൻ്റെ യൂസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. എവിടെയൊക്കെ അത് യൂസ് ചെയ്യുന്നത് നോക്കാം. ഒന്ന്, പെയിൻറ് മാനുഫാക്ചറിൽ നമ്മുടെ സൾഫ്യൂരിക് ആസിഡിനെ യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഡീഹൈഡ്രേഷൻ പ്രോസസ്സിന് വേണ്ടിയിട്ട്, അതായത് മോയ്സ്ചർ കണ്ടന്റിനെല്ലാം അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡ്രൈയിങ് ഏജൻ്റ് ആയിട്ട്, ഡീഹൈഡ്രേറ്റിംഗ് ഏജൻ്റ് ആയിട്ടെല്ലാം ആരെ യൂസ് ചെയ്യും? നമ്മുടെ സൾഫ്യൂരിക് ആസിഡിനെ യൂസ് ചെയ്യും. ആൻഡ് മാനുഫാക്ചർ ഓഫ് ഫെർട്ടിലൈസേഴ്സ്, ഫെർട്ടിലൈസർ മാനുഫാക്ചറിങ്ങിനും ആരെ യൂസ് ചെയ്യുന്നുണ്ട്? സൾഫ്യൂരിക് ആസിഡിൻ്റെ ഒരു സ്മോൾ ക്വാണ്ടിറ്റി നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സോയിലൊക്കെ അസിഡിറ്റി ഇൻക്രീസ് ചെയ്യണമെങ്കിലൊക്കെ എന്താ, സൾഫ്യൂരിക് ആസിഡ് മിക്സ് വരുന്ന ഫെർട്ടിലൈസേഴ്സാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. ആൻഡ് റിഫൈനിങ് ഓഫ് പെട്രോളിയം റിഫൈനിങ് പ്രോസസ്സിലും എന്തുണ്ട്? സൾഫ്യൂരിക് ആസിഡ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് മാനുഫാക്ചർ ഓഫ് എക്സ്പ്ലോസീവ് ആയിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാക്കാനും എന്ത് ചെയ്യുന്നുണ്ട്? സൾഫ്യൂരിക് ആസിഡ് യൂസ് ചെയ്യുന്നുണ്ട്. ഹൈഡ്രജൻ ബോംബൊക്കെ കേട്ടിട്ടില്ലേ? അതുപോലെ മാനുഫാക്ചർ ഓഫ് എക്സ്പ്ലോസീവ്സ് ഒക്കെ ഉണ്ടാക്കാനായിട്ടും എന്ത് യൂസ് ചെയ്യും? നമ്മുടെ സൾഫ്യൂരിക് ആസിഡിനെ യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് മാനുഫാക്ചർ ഓഫ് ഫൈബർ മാനുഫാക്ചറിങ്ങിനും സൾഫ്യൂരിക് ആസിഡ് യൂസ് ചെയ്യുന്നുണ്ട്. അതർ ദാൻ ദിസ് മറ്റ് കെമിക്കൽസ് ഉണ്ടാക്കാനും അത് പ്രൊഡ്യൂസ് ചെയ്യാനും എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? നമ്മുടെ സൾഫ്യൂരിക് ആസിഡിനെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ എല്ലാത്തിനും യൂസ് ചെയ്യുന്ന സൾഫ്യൂരിക് ആസിഡിനെ എങ്ങനെ നമുക്ക് ഹ്യൂജ് ക്വാണ്ടിറ്റിയിൽ ഇൻഡസ്ട്രിയലി നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ നോക്കാം. സോ ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ ഓഫ് സൾഫ്യൂരിക് ആസിഡ്. അപ്പോൾ ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ ഓഫ് സൾഫ്യൂരിക് ആസിഡിൻ്റെ പറയുന്ന പേരാണ് കോൺടാക്ട് പ്രോസസ്. അമോണിയ പ്രിപ്പറേഷൻ എന്തായിരുന്നു? ഹേബർ പ്രോസസ് ആയിരുന്നു. സോ സൾഫ്യൂരിക് ആസിഡ് കോൺടാക്ട് പ്രോസസ്, പേര് മാറിപ്പോകരുത് കേട്ടോ. സോ ഇവിടെ എന്താ ചെയ്യുന്നത്? സൾഫറും ഓക്സിജൻ, സൾഫർ ആദ്യം ഓക്സിജൻ അതായത് ഹീറ്റ് ചെയ്യുമ്പോൾ അവിടെ ആരുണ്ട്? ഓക്സിജൻ ഉണ്ട്. സോ സൾഫർ എന്തായിട്ട് മാറും? സൾഫർ ഡയോക്സൈഡ് ആയിട്ട് മാറും. എഗെയിൻ സൾഫർ ഡയോക്സൈഡ് എന്ത് ചെയ്യും? ഓക്സിജൻ ആയിട്ട് ട്രീറ്റ് ചെയ്യും. ഇൻ ദ പ്രസൻസ് ഓഫ് വെനേഡിയം പെന്റോക്സൈഡ്. നമ്മുടെ കോണ്ടാക്ട് പ്രോസസ്സിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കാറ്റലിസ്റ്റ് ആണ് ആര്? വെനേഡിയം പെന്റോക്സൈഡ് എന്ന് പറയുന്നത്. സോ വെനേഡിയം പെന്റോക്സൈഡിൻ്റെയും 450 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറിൻ്റെയും പ്രസൻസിൽ എന്താവും? SO2 + O2 കമ്പൈൻ ചെയ്ത് സൾഫർ ട്രയോക്സൈഡ് ഫോം ചെയ്യും. ആൻഡ് ഇറ്റ് ഈസ് എ റിവേഴ്സിബിൾ റിയാക്ഷൻ. ഓക്കെ, ആൻഡ് സൾഫർ ട്രയോക്സൈഡിലേക്ക് നമ്മൾ എന്ത് ചെയ്യും? ആദ്യമേ കുറച്ച് സൾഫ്യൂരിക് ആസിഡ്, ലിറ്റിൽ എമൗണ്ട് ഓഫ് സൾഫ്യൂരിക് ആസിഡ് നമ്മൾ ആഡ് ചെയ്തിട്ട് എന്താക്കും? ഒലിയം എന്ന് പറഞ്ഞൊരു കോമ്പൗണ്ട് ഫോം ചെയ്യും. H2S2O7 ഒലിയത്തിനെ എന്ത് ചെയ്യും? വാട്ടറുമായി ട്രീറ്റ് ചെയ്യും. വെള്ളമായി മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഹ്യൂജ് ക്വാണ്ടിറ്റി ഓഫ് സൾഫ്യൂരിക് ആസിഡ് നമുക്ക് കിട്ടും.
അപ്പം എന്തൊക്കെയാണ് നടക്കുന്നത്? ഫസ്റ്റ് സൾഫറിനെ ഹീറ്റ് ചെയ്യും, സോ സൾഫർ ഡയോക്സൈഡ് ഫോം ചെയ്യും. എഗെയിൻ സൾഫർ ഡയോക്സൈഡിനെ ഓക്സിജനായിട്ട് റിയാക്ട് ചെയ്യിക്കും ഇൻ ദി പ്രസൻസ് ഓഫ് വെനേഡിയം പെന്റോക്സൈഡ് ആൻഡ് ഹൈ ടെമ്പറേച്ചർ, ദാറ്റ് ഈസ് 450 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ. അപ്പം എന്ത് കിട്ടും? സൾഫർ ട്രയോക്സൈഡ് ആണ് നമുക്ക് കിട്ടുന്നത്. ആൻഡ് ഈ സൾഫർ ട്രയോക്സൈഡിനെ എന്ത് ചെയ്യും? സൾഫ്യൂരിക് ആസിഡ് ആയിട്ട്, ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന സൾഫ്യൂരിക് ആസിഡ് ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യും. അപ്പം നമുക്ക് എന്ത് കിട്ടും? ഒരു പുതിയൊരു കോമ്പൗണ്ട് കിട്ടും, ദാറ്റ് ഈസ് ഒലിയം. H2SO7. ആ കെമിക്കൽ ഫോമുല നോട്ട് ഡൗൺ ചെയ്യണം കേട്ടോ. സോ ഒലിയമായിട്ട് എന്ത് ചെയ്യും? വാട്ടർ റിയാക്ട് ചെയ്യും. വാട്ടറും പ്ലസ് ഒലിയം ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? സൾഫ്യൂരിക് ആസിഡ് കിട്ടും. ഇതാണ് കോണ്ടാക്ട് പ്രോസസ് എന്ന് പറയുന്നത്. അതിൻ്റെ ഫ്ലോ ചാർട്ട് നോക്കുകയാണെങ്കിൽ സൾഫർ എന്ത് ചെയ്യും? ഓക്സിജൻ ആയിട്ട് റിയാക്ട് ചെയ്യും, സൾഫർ ഡയോക്സൈഡ് കിട്ടും, ആൻഡ് ദെൻ കാറ്റലിസ്റ്റുകളുണ്ട്, ആൻഡ് പ്ലസ് ഓക്സിജൻ സൾഫർ ട്രയോക്സൈഡ് കിട്ടും. ലിറ്റിൽ എമൗണ്ട് ഓഫ് സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്യും, നമുക്ക് ഒലിയം ഫോം ചെയ്യും. ഒലിയത്തിനകത്തേക്ക് എന്ത് ആഡ് ചെയ്യും? വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കും. വി ഗോട്ട് സൾഫ്യൂരിക് ആസിഡ്. ഈ ഒരു ഫ്ലോ ചാർട്ട് പഠിച്ചു വെക്കണം. എക്സാംസിൽ ഒരു 2 മാർക്കിന് ചോദിക്കുന്ന ഒരു ഫ്ലോ ചാർട്ടാണ് ഇത്, കോണ്ടാക്ട് പ്രോസസ്സിൻ്റെ ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനകത്ത് ഈ സൾഫർ ട്രയോക്സൈഡിലേക്കും ഡയറക്റ്റ് ആയിട്ട് SO3നകത്തേക്ക് ഡയറക്റ്റ് ആയിട്ട് വാട്ടർ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? സൾഫ്യൂരിക് ആസിഡ് കിട്ടും. H2SO4 പോസിബിൾ ആണ്, പക്ഷെ നമ്മൾ അങ്ങനെ ചെയ്യുന്നില്ല. നമ്മൾ എന്താ ചെയ്യുന്നത്? കുറച്ച് സൾഫ്യൂരിക് ആസിഡ്, ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന സൾഫ്യൂരിക് ആസിഡ് എന്ത് ചെയ്യും? സൾഫർ ട്രയോക്സൈഡിലേക്ക് ആഡ് ചെയ്ത് ഒരു പുതിയൊരു കോമ്പൗണ്ട് ഒലിയം ഫോം ചെയ്ത് അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വാട്ടറായിട്ട് ട്രീറ്റ് ചെയ്യുന്നത്. എന്നിട്ടാണ് സൾഫ്യൂരിക് ആസിഡ് എടുക്കുന്നത്. ഇങ്ങനെ ഒരു സിംഗിൾ സ്റ്റെപ്പ് പോസിബിൾ ആയിട്ട് നമ്മൾ എന്താ ചെയ്യാത്തത്? അതിൻ്റെ റീസൺ ആണ് സൾഫർ ട്രയോക്സൈഡ് വാട്ടറിലേക്ക് ഡിസോൾവ് ചെയ്യുമ്പോൾ, ഡിസൊല്യൂഷൻ നടത്തുമ്പോൾ അതെന്താണ്? ഹൈലി എക്സോതേർമിക് ആണ്. അത്രയും ഹീറ്റാണ് എന്ത് ചെയ്യുന്നത്? ആ ഒരു റിയാക്ഷൻ റിലീസ് ചെയ്യുന്നത്. അങ്ങനെ റിലീസ് ചെയ്യുമ്പോൾ ആദ്യമായിട്ട് മാറുന്ന സൾഫ്യൂരിക് ആസിഡ്, ഫസ്റ്റ് സൾഫ്യൂരിക് ആസിഡ് മോളിക്യൂൾസ് എന്ത് ചെയ്യും? ഫോഗ് ലൈക്ക് പാർട്ടിക്കിൾസ് ആയിട്ട് മാറും. ഭയങ്കര പുക പോലെ വരും. സ്മോക്ക് കണ്ടിട്ടില്ലേ? അതുപോലെ നല്ല പുകയായിട്ട് വരും. അതെന്ത് ചെയ്യും? ഫെർദർ ഡിസൊല്യൂഷൻ, അത് കഴിഞ്ഞിട്ടുള്ള സൾഫ്യൂരിക് ആസിഡ് ഫോർമേഷൻ എന്ത് ചെയ്യും? നടത്താതെ തടസ്സപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് എന്ത് ഈ ഒരു റിയാക്ഷൻ ഇവിടെ നടക്കാത്തത്. ക്ലിയർ ആയോ? അതായത് ഈ ഒരു റിയാക്ഷനകത്ത് എന്ത് സംഭവിക്കും? ഹൈലി എക്സോതേർമിക് ആയതുകൊണ്ട്, അത്രയും ചൂട് പുറത്തേക്ക് കൊടുക്കുന്നത് കൊണ്ട് എന്ത് സംഭവിക്കും? അവിടെ ഫോഗ് ലൈക്ക് പാർട്ടിക്കിൾസ്, ആദ്യം ഉണ്ടാകുന്ന സൾഫ്യൂരിക് ആസിഡ് എല്ലാം ഇങ്ങനെ ഭയങ്കര പുക പോലെ വരും. അങ്ങനെ പുക നിറഞ്ഞിട്ട് ബാക്കിയുള്ളത് എന്ത് ചെയ്യില്ല? റിയാക്ഷൻ നടക്കില്ല. സോ നമ്മൾ ഉദ്ദേശിച്ച സൾഫ്യൂരിക് ആസിഡിന്റെ ക്വാണ്ടിറ്റി നമുക്ക് കിട്ടില്ല. അതുകൊണ്ടാണ് ഇങ്ങനൊരു സ്റ്റെപ്പ് എക്സ്ട്രാ നമ്മൾ ചെയ്യുന്നത്. ആദ്യമേ സൾഫ്യൂരിക് ആസിഡ് എന്ത് ചെയ്യും? സൾഫർ ട്രയോക്സൈഡിലേക്ക് ആഡ് ചെയ്യും, ഒലിയം ഫോം ചെയ്യും, ആൻഡ് ആ ഒലിയം ആയിരിക്കും എന്ത് ചെയ്യുന്നത്? വാട്ടറുമായിട്ട് ട്രീറ്റ് ചെയ്ത് നമുക്ക് സൾഫ്യൂരിക് ആസിഡ് കിട്ടുന്നത്. സോ ഇതാണ് എന്ത്? കോണ്ടാക്ട് പ്രോസസ് ഓഫ് സൾഫ്യൂരിക് ആസിഡ്, അതായത് ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ ഓഫ് സൾഫ്യൂരിക് ആസിഡ് എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. സോ എല്ലാവർക്കും ക്ലിയർ അല്ലേ ഇത്? സോ നെക്സ്റ്റ് ആണ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സൾഫ്യൂരിക് ആസിഡ്. അപ്പോൾ നമുക്ക് സൾഫ്യൂരിക് ആസിഡിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സോ ഫസ്റ്റ് വൺ ഈസ് ഇറ്റ് ഈസ് കളർലെസ്. സൾഫ്യൂരിക് ആസിഡ് എന്താണ്? കളർലെസ് ആണ്. സ്പെസിഫിക് ആയിട്ട് അങ്ങനെ കളർ ഒന്നുമില്ല. ലൈക്ക് വാട്ടർ ആണ് നമ്മുടെ സൾഫ്യൂരിക് ആസിഡ്. ആൻഡ് കമ്പാരിറ്റീവ്ലി ഹൈ വിസ്കോസിറ്റി. വിസ്കോസിറ്റി കൂടുതലാണ് സൾഫ്യൂരിക് ആസിഡിന്. അതായത് വെള്ളം പോലെ ഒഴുകില്ല. ഇപ്പം തേനൊക്കെ അതൊക്കെ വിസ്കസ് ഫ്ലൂയിഡ്സിൽ വരുന്നതാണ്. നമ്മുടെ ഹണി, ഗ്ലിസറിൻ, ആ ഒരു ടെക്സ്ചർ ആയിരിക്കും ആർക്ക്? കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ്, ഹൈലി കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡിന്. ആൻഡ് ഇറ്റ് ഈസ് ഹൈലി കൊറോസീവ്, ഹൈലി റിയാക്റ്റീവ് ആണ് ആര്? നമ്മുടെ സൾഫ്യൂരിക് ആസിഡ് എന്ന് പറയുന്നത്. കിങ് ഓഫ് കെമിക്കൽസ് അല്ലേ? സോ ഇറ്റ് ഈസ് ഹൈലി കൊറോസീവ് ആണ്. എന്തിൽ വീണാലും എന്ത് ചെയ്യും? ആ ഒരു ഏരിയ റിയാക്ട് ചെയ്ത് ബേൺ ചെയ്ത് പോവും. പേപ്പറിലാണെങ്കിൽ പേപ്പർ കത്തിപ്പോവും. ഇപ്പം ക്ലോത്തിലാണെങ്കിൽ ആ ക്ലോത്ത് കത്തിപ്പോവും. സ്കിന്നിലാണെങ്കിലും എന്താ? ഹൈലി അത് നമ്മളെ എഫക്റ്റ് ചെയ്യും. ആൻഡ് ഇറ്റ് ഈസ് ഡെൻസർ ദാൻ വാട്ടർ. വാട്ടറിനേക്കാളും ഡെൻസിറ്റി കൂടുതലാണ് ആർക്ക്? സൾഫ്യൂരിക് ആസിഡിന്. ബിക്കോസ് അത് ഹൈലി വിസ്കസ് ആണ് നമ്മുടെ സൾഫ്യൂരിക് ആസിഡ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് ഡെൻസർ ദാൻ വാട്ടർ ആൻഡ് ഇറ്റ് ഡിസോൾവ്സ് ഇൻ വാട്ടർ.
വാട്ടറിനേക്കാൾ ഡെൻസിറ്റി കൂടുതലാണെങ്കിലും എന്ത് ചെയ്യുന്നുണ്ട്, വാട്ടറിൽ ഇത് ഡിസോൾവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വാട്ടർ ഡിസോൾവിങ് വെച്ചിട്ടാണ് എന്ത് നമ്മുടെ സൾഫ്യൂരിക് ആസിഡിന്റെ കെമിക്കൽ പ്രോപ്പർട്ടീസ് നമ്മൾ പറയുന്നത്. The reaction between water and sulfuric acid is highly exothermic. നമ്മുടെ വാട്ടറും അതുപോലെ സൾഫ്യൂരിക് ആസിഡുള്ള റിയാക്ഷൻ എന്ന് പറയുന്നത് ഹൈലി എക്സോതെർമിക് ആണ്. ഹ്യൂജ് ക്വാണ്ടിറ്റീസ് ഓഫ് എനർജി, ഹീറ്റ് എനർജി എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു റിയാക്ഷനിൽ ലിബറേറ്റ് ചെയ്യുന്നുണ്ട്, റിലീസ് ചെയ്ത് പുറത്തേക്ക് പോകുന്നുണ്ട്. ഇവ നമ്മൾ ടെസ്റ്റ് ട്യൂബിലാണ് അത് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നതെങ്കിൽ ടെസ്റ്റ് ട്യൂബിൻ്റെ അടിവശം തൊട്ട് നോക്കുമ്പോൾ അല്ലെങ്കിൽ എത്ര പോർഷനിൽ ആ ഒരു ക്വാണ്ടിറ്റി നിൽക്കുന്നുണ്ടോ ആ ഒരു ഏരിയയിൽ നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റും. അത്രയ്ക്കും ഹീറ്റ് ആയിരിക്കും എന്ത് പുറത്തേക്ക് റിലീസ് ചെയ്യുന്നത്. സോ വൈൽ ഡൈലൂട്ടിംഗ് സൾഫ്യൂരിക് ആസിഡ് the acid should be added to water in very small quantities. നമ്മുടെ ലാബിൽ എന്തുണ്ട്, ഡയലൂട്ട് സൾഫ്യൂരിക് ആസിഡും അവൈലബിൾ ആണ്. കോൺസെൻട്രേറ്റഡ് മാത്രമല്ല, നമ്മൾ മിക്ക റിയാക്ഷൻസിനും നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താ, ഡയലൂട്ട് സൾഫ്യൂരിക് ആസിഡ് ആണ്. സോ ഡയലൂട്ട് സൾഫ്യൂരിക് ആസിഡ് എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നത്, യെസ്, ആസിഡ് വാട്ടറിലേക്കാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. സഫീഷ്യൻറ്റ് എമൗണ്ട് ഓഫ് വാട്ടർ എടുത്തിട്ട് അതിലേക്ക് എത്ര നോർമലിലേക്ക് നമുക്ക് സൾഫ്യൂരിക് ആസിഡ് വേണോ അതിനെ നമ്മൾ എന്ത് ചെയ്യും, ഡ്രോപ്പ് വൈസ് ആയിട്ട് നമ്മൾ വെള്ളത്തിലേക്ക് ആഡ് ചെയ്യും വിത്ത് കോൺസ്റ്റൻറ്റ് സ്റ്റിറിങ്. അതൊക്കെ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ഡയലൂട്ട് സൾഫ്യൂരിക് ആസിഡ് നമ്മൾ പല കോൺസെൻട്രേഷനിലും പ്രിപ്പയർ ചെയ്യുന്നത്. തിരിച്ചാണ് ചെയ്യുന്നതെങ്കിലോ ഹൈലി എക്സോതെർമിക് ആണ്, പെട്ടെന്ന് പോപ്പ് ഔട്ട് ചെയ്ത് പുറത്തേക്ക് വരും. അതായത് നമ്മൾ ആസിഡിലേക്കാണ് വെള്ളം ഒഴിക്കുന്നതെങ്കിൽ ഹൈ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ആസിഡ് ഒരു ബീക്കറിൽ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ പെട്ടെന്ന് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മുടെ മുഖത്തേക്ക് അത് തെറിക്കും. കാരണം അതെന്താ, ഹൈലി എക്സോതെർമിക് റിയാക്ഷൻ ആണ്. സോ എപ്പോഴും എന്ത് ചെയ്യണം, ആസിഡിനെ വാട്ടറിലേക്ക് വേണം എന്ത് ചെയ്യാൻ, ആഡ് ചെയ്യാൻ വിത്ത് സ്റ്റിറിങ്. അപ്പോൾ അതാണ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സൾഫ്യൂരിക് ആസിഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് ആണ് ഡീഹൈഡ്രേറ്റിംഗ് നേച്ചർ ഓഫ് സൾഫ്യൂരിക് ആസിഡ്. അപ്പോൾ ഡീഹൈഡ്രേറ്റിംഗ് നേച്ചർ അല്ലെങ്കിൽ ഒരു കോമ്പൗണ്ടിനെ ഡീഹൈഡ്രേറ്റ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾറെഡി കെമിക്കലി കമ്പൈൻഡ് ആയി കിടക്കുന്ന ഒരു കോമ്പൗണ്ടിൽ നിന്ന് വാട്ടർ മോളിക്യൂൾസിനെ മാത്രം സെപ്പറേറ്റ് ചെയ്ത് കൊണ്ടുവരാം. അതിനുള്ള പ്രോപ്പർട്ടി അല്ലെങ്കിൽ അതിനുള്ള ഒരു ടെൻഡൻസിയാണ് എന്ത്, ഡീഹൈഡ്രേറ്റിംഗ് നേച്ചർ എന്ന് പറയുന്നത്. സോ ഡീഹൈഡ്രേറ്റിംഗ് നേച്ചറുള്ള ഒരു കെമിക്കലാണ് ആര്, നമ്മുടെ സൾഫ്യൂരിക് ആസിഡ് എന്ന് പറയുന്നത്. അപ്പോൾ സൾഫ്യൂരിക് ആസിഡ് എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് നോക്കാം. സോ ഷുഗർ മോളിക്യൂൾ എടുത്തിട്ടുണ്ട്, C12H22O11. അപ്പോൾ ഷുഗർ മോളിക്യൂളിനകത്തേക്ക് നമ്മൾ സൾഫ്യൂരിക് ആസിഡ് ഒഴിച്ചു കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും, ഷുഗർ മോളിക്യൂൾ ആരുണ്ട്, വാട്ടർ മോളിക്യൂൾസ് ഉണ്ട്. സോ ഈ വാട്ടർ മോളിക്യൂൾസിന് എന്ത് ചെയ്യും, സൾഫ്യൂരിക് ആസിഡ് വീണ് കഴിയുമ്പോൾ പതുക്കെ കംപ്ലീറ്റ് നമ്മുടെ സൾഫ്യൂരിക് ആസിഡ് അബ്സോർബ് ചെയ്യാൻ തുടങ്ങും, കംപ്ലീറ്റ് എലിമിനേറ്റ് ചെയ്ത് കളയും. എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഉള്ള കോമ്പൗണ്ട് ഏതാ, കാർബൺ ആണ്, 12C. അതായത് ആ പഞ്ചസാര ആകെ കരിഞ്ഞ് ഒരു ബ്ലാക്ക് സ്റ്റേറ്റിൽ നമുക്ക് കിട്ടും. സോ അതാണ് എന്ത്, സൾഫ്യൂരിക് ആസിഡിന്റെ ഡീഹൈഡ്രേറ്റിംഗ് നേച്ചർ കാണിച്ചു തരുന്ന ഒരു എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത് വിത്ത് ഷുഗർ മോളിക്യൂൾ. അപ്പോൾ ഷുഗറിനകത്തേക്ക് നമ്മൾ എന്ത് ആഡ് ചെയ്യുന്നു, സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, പ്രോഡക്റ്റ് ആയിട്ട് അവിടെ കിട്ടുന്നത് കാർബൺ മാത്രമാണ്. കാർബണിന്റെ കളർ എന്താ, ആ ഒരു ബ്ലാക്ക് മാസാണ് കാർബൺ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കരിക്കട്ട പോലെ ആയിരിക്കും എന്ത് നമ്മുടെ പഞ്ചസാര നമുക്ക് കിട്ടുന്നത്. അതിലുള്ള കംപ്ലീറ്റ് വാട്ടർ കണ്ടന്റ് എന്ത് ചെയ്ത് പോയിട്ടുണ്ടാവും, കംപ്ലീറ്റ് ഇവാപ്പറേറ്റ് ചെയ്ത് പോയിട്ടുണ്ടായിരിക്കും. ഓക്കെ, അതാണ് ഡീഹൈഡ്രേറ്റിംഗ് നേച്ചർ ഓഫ് സൾഫ്യൂരിക് ആസിഡ് എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് ഈസ് ഡ്രൈയിങ് ഏജന്റ് ആണ്. നമ്മൾ സ്റ്റാർട്ടിങ്ങിലേ പറഞ്ഞിരുന്നു സൾഫ്യൂരിക് ആസിഡ് എന്താണ്, ഒരു ഡ്രൈയിങ് ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ഒന്നാണ് നമ്മുടെ സൾഫ്യൂരിക് ആസിഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഡ്രൈയിങ് ഏജന്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഓൾറെഡി നമുക്ക് ആവശ്യമുള്ള കോമ്പൗണ്ടിന്റെ കൂടെ വാട്ടർ മോളിക്യൂൾസ് ഉണ്ടെങ്കിൽ അത് കെമിക്കലി കമ്പൈൻഡ് അല്ല, സെപ്പറേറ്റ് ആയിട്ട് തന്നെ വാട്ടർ കണ്ടന്റ് കിടക്കുന്നുണ്ടെങ്കിൽ അതിനെ റിമൂവ് ചെയ്യാനാണ് നമ്മൾ ഡ്രൈയിങ് ഏജന്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. സോ അതുപോലെ ആഡ് ചെയ്യുന്ന ഒരാളാണ് എന്ത്, സൾഫ്യൂരിക് ആസിഡ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് ഡ്രൈയിങ് ഏജന്റ് ഇൻ മാനുഫാക്ചർ ഓഫ് ക്ലോറിൻ, സൾഫർ ഡയോക്സൈഡ് ആൻഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഈ 3 കെമിക്കൽസിൻ്റെയും പ്രിപ്പറേഷൻ ടൈമിൽ ഡ്രൈയിങ് ഏജന്റ് ആയിട്ട് ആര് യൂസ് ചെയ്യുന്നുണ്ട്, സൾഫ്യൂരിക് ആസിഡിനെ യൂസ് ചെയ്യുന്നുണ്ട്. അതിലെ വാട്ടർ കണ്ടന്റിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതൊക്കെ ഒപ്പിയെടുക്കാൻ വേണ്ടിയിട്ട് അവിടെ എന്തെടുക്കുന്നുണ്ട്, സൾഫ്യൂരിക് ആസിഡിനെ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ സ്റ്റാർട്ടിങ് പറഞ്ഞെന്താ, അമോണിയ മാനുഫാക്ചറിങ്ങിൽ നമ്മുടെ സൾഫ്യൂരിക് ആസിഡിനെ യൂസ് ചെയ്യാറില്ല. അതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങളോട് ചോദിക്കും, വൈ സൾഫ്യൂരിക് ആസിഡ് ഇസ് നോട്ട് യൂസ്ഡ് ആസ് എ ഡ്രൈയിങ് ഏജന്റ് ഇൻ അമോണിയ മാനുഫാക്ചർ. എന്തുകൊണ്ടാ, സൾഫ്യൂരിക് ആസിഡ് അതൊരു ആസിഡ് ആണ്, ആൻഡ് അമോണിയ എന്ന് പറയുമ്പോൾ അത് ആൽക്കലൈൻ ആണ്. സോ
സോ ആൽക്കലൈൻ ആയിട്ടുള്ള ഒരു കോമ്പൗണ്ടിലേക്ക് ആസിഡ് ആയിട്ടുള്ള ഡ്രൈയിങ് ഏജന്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അവർ തമ്മിൽ റിയാക്ട് ചെയ്യും. അപ്പോൾ അവിടെ എന്ത് നമുക്ക് കിട്ടില്ല? നമുക്ക് ആവശ്യമുള്ളത് അമോണിയ ആയിരുന്നു, അതിന് നമുക്ക് കിട്ടില്ല. അതുകൊണ്ടാണ് ആ ഒരു റിയാക്ഷനിൽ നമ്മൾ ആരെ യൂസ് ചെയ്യാത്തത്? സൾഫ്യൂരിക് ആസിഡിനെ ഡ്രൈയിങ് ഏജന്റ് ആയിട്ട് യൂസ് ചെയ്യാത്തത്. അപ്പോൾ ആ ഡിഫറൻസ് നിങ്ങൾ ഓർത്ത് വെക്കണം. ഡിഫറൻസ് ബിറ്റ്വീൻ ഡീഹൈഡ്രേറ്റിംഗ് ആൻഡ് ഡ്രൈയിങ്. ഡീഹൈഡ്രേറ്റിംഗ് എന്ന് പറയുമ്പോൾ കെമിക്കലി കമ്പൈൻഡ് ആയി കിടക്കുന്ന കോമ്പൗണ്ടിൽ നിന്നാണ് വാട്ടർ മോളിക്യൂളിനെ എലിമിനേറ്റ് ചെയ്ത് കൊണ്ടുവരുന്നത്. ഡ്രൈയിങ് നേച്ചർ എന്ന് പറയുമ്പോൾ അവിടെ എന്താ? ഓൾറെഡി അതിൻ്റെ കൂടെ വരുന്ന വാട്ടർ മോളിക്യൂൾസിനെ, സെപ്പറേറ്റ് ആയി കിടക്കുന്ന വാട്ടർ മോളിക്യൂൾസിനെ പതുക്കെ റിമൂവ് ചെയ്ത് കൊണ്ടുവരുന്ന പ്രോസസ്സാണ് എന്ത്? ഡ്രൈയിങ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് ആണ് റിയാക്ഷൻ ഓഫ് സൾഫ്യൂരിക് ആസിഡ് വിത്ത് സോൾട്ട്. സോൾട്ട് ആയിട്ടുള്ള സൾഫ്യൂരിക് ആസിഡ് റിയാക്ഷൻ നോക്കാം. അപ്പോൾ ഏത് സോൾട്ട് ആയിട്ട് സൾഫ്യൂരിക് ആസിഡ് റിയാക്ട് ചെയ്താലും സൾഫേറ്റ്സ് ഫോം ചെയ്യിക്കും. ഓക്കെ, ബൈ സൾഫേറ്റ്സ് ഫോം ചെയ്യും. ഫസ്റ്റ് ഈസ് NaCl, സോഡിയം ക്ലോറൈഡ്. സോഡിയം ക്ലോറൈഡ് സൾഫ്യൂരിക് ആസിഡ് ആയിട്ട് റിയാക്ട് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? സോഡിയം ബൈ സൾഫേറ്റ് കിട്ടി. പ്ലസ് HCl, ബൈ പ്രൊഡക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയത് ഏതാ? ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ് കിട്ടിയിട്ടുള്ളത്. സോ ഹൈഡ്രോക്ലോറിക് ആസിഡ് പ്രിപ്പയർ ചെയ്യാനും ഈക്വേഷൻ പറ്റും. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് KNO3, പൊട്ടാസ്യം നൈട്രേറ്റ് as treating with സൾഫ്യൂരിക് ആസിഡ്. അപ്പം നമുക്ക് എന്ത് കിട്ടി? പൊട്ടാസ്യം ബൈ സൾഫേറ്റ് കിട്ടി. പ്ലസ് HNO3, നൈട്രിക് ആസിഡ് ആണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, സോ മെയിൻ ആയിട്ട് ഉണ്ടാവുന്ന പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? സൾഫേറ്റ്സ് ആണ് നമുക്ക് മെയിൻ ആയിട്ട് കിട്ടുന്നത്. സൾഫ്യൂരിക് ആസിഡ് സോൾട്ട് ആയിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് സൾഫേറ്റ്സും ബൈ പ്രൊഡക്ട്സ് എന്ന് പറയുന്നത് എനി കൈൻഡ് ഓഫ് മറ്റൊരു ആസിഡും ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് റിയാക്ഷൻ ഓഫ് സൾഫ്യൂരിക് ആസിഡ് വിത്ത് സോൾട്ട്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് സൾഫ്യൂരിക് ആസിഡിന്റെ ഓക്സിഡൈസിങ് നേച്ചർ. അതായത് സൾഫ്യൂരിക് ആസിഡ് ഏത് മെറ്റലായിട്ട് റിയാക്ട് ചെയ്താലും അല്ലെങ്കിൽ ഏതൊരു എലമെന്റ് ആയിട്ട് റിയാക്ട് ചെയ്താലും ആ എലമെന്റിന് എന്ത് ചെയ്യും? ഓക്സിഡൈസ് ചെയ്യിക്കാനുള്ള കപ്പാസിറ്റി, കേപ്പബിലിറ്റി ആർക്കുണ്ട്? നമ്മുടെ സൾഫ്യൂരിക് ആസിഡ് ഉണ്ട്. ഇപ്പോൾ ഇവിടെ കാർബൺ ആയിട്ട് സൾഫ്യൂരിക് ആസിഡ് റിയാക്ട് ചെയ്ത് എന്താക്കി? കാർബൺ ഡയോക്സൈഡ് ആയിട്ട് മാറ്റി. അതായത് കാർബണിന്റെ എലമെന്റൽ സ്റ്റേറ്റിലെ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത് 0 ആണ് അല്ലേ? ആൻഡ് കാർബൺ ഡയോക്സൈഡ് ആകുമ്പോൾ അത് എത്രയായി? +4 ആയിട്ട് മാറി. ദാറ്റ് മീൻസ് കാർബൺ ഇവിടെ ഓക്സിഡൈസ് ചെയ്തു. ആൻഡ് നെക്സ്റ്റ് സ്റ്റെപ്പിൽ നോക്കുകയാണെങ്കിൽ കോപ്പറുമായിട്ട് സൾഫ്യൂരിക് ആസിഡ് ട്രീറ്റ് ചെയ്തപ്പോൾ എന്ത് നടന്നു? കോപ്പറും എലമെന്റൽ സ്റ്റേറ്റിൽ ഓക്സിഡേഷൻ നമ്പർ 0. അവിടേക്ക് വന്നപ്പോഴോ ഇറ്റ്സ് ബിക്കം +2. അവിടെയും ഓക്സിഡേഷൻ നടന്നു. ദാറ്റ് മീൻസ് ഏത് എലമെന്റ് ആയിട്ട് സൾഫ്യൂരിക് ആസിഡ് റിയാക്ട് ചെയ്താലും ആ എലമെന്റിനെ എന്ത് ചെയ്യും? സൾഫ്യൂരിക് ആസിഡ് ഓക്സിഡൈസ് ചെയ്യും. അതെന്താ കാണിക്കുന്നത്? സൾഫ്യൂരിക് ആസിഡിന്റെ ഓക്സിഡൈസിങ് നേച്ചറിനെയാണ് ഇത് കാണിക്കുന്നത്. ഓക്കെ, ഈ ഇക്വേഷൻസ് ഒക്കെ മെമ്മറിയിൽ വെച്ചോളൂ കേട്ടോ. ആൻഡ് നെക്സ്റ്റ് ഈസ് ഐഡന്റിഫിക്കേഷൻ ഓഫ് സൾഫേറ്റ് സോൾട്ട്. നമുക്കൊരു സോൾട്ട് തന്നിട്ടുണ്ടെങ്കിൽ അത് സൾഫേറ്റ് സോൾട്ട് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാനുള്ള ടെസ്റ്റാണിത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടെസ്റ്റാണ് സൾഫേറ്റ് സോൾട്ടിന്റെ ഐഡന്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. സോ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് തന്നിട്ടുള്ള സോൾട്ടിനെ ആദ്യം എന്ത് ചെയ്യണം? സൊല്യൂഷൻ ആക്കണം. അപ്പം എന്ത് ചെയ്യണം? വെള്ളത്തിൽ കലക്കി നല്ല അക്വസ് സൊല്യൂഷൻ ആക്കി മാറ്റാം. സോ അക്വസ് സൊല്യൂഷനിലേക്ക്, ആ സോൾട്ടിന്റെ അക്വസ് സൊല്യൂഷനിലേക്ക് ബേരിയം ക്ലോറൈഡ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ബേരിയം ക്ലോറൈഡ് ആഡ് ചെയ്യുമ്പോൾ നല്ല തിക്ക് വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ, നല്ല തിക്കായിട്ട് വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും? ബേരിയം സൾഫേറ്റ് ആയിരിക്കും. ഓക്കെ, ദാറ്റ് മീൻസ് നമുക്ക് തന്നിട്ടുള്ള സോൾട്ട് എന്താണ്? സൾഫേറ്റ് സോൾട്ട് ആണ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. മറ്റൊരു കേസും കൂടി ഇതിനകത്ത് വരുന്നത് ബേരിയം സൾഫേറ്റ് മാത്രമല്ല, ബേരിയം കാർബണേറ്റും എന്താണ്? വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ആണ്. അതായത് കാർബണേറ്റ് സോൾട്ടും സൾഫേറ്റ് സോൾട്ടുമാണ് എന്ത് ചെയ്യുന്നത്? ബേരിയം ക്ലോറൈഡുമായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് തരുന്നത്. അപ്പം നമുക്ക് കൺഫ്യൂഷൻ ആവും, ഇതിപ്പോൾ സൾഫേറ്റ് ആണോ അതോ കാർബണേറ്റ് ആണെന്ന്. അത് ഐഡന്റിഫൈ ചെയ്യാൻ അല്ലെങ്കിൽ അത് കൺഫേം ചെയ്യാനുള്ള ടെസ്റ്റാണ് ഡയലൂട്ട് HCl ആയിട്ടുള്ള ടെസ്റ്റ്. ബേരിയം സൾഫേറ്റ് ആണ് ഉണ്ടായിരിക്കുന്നതെങ്കിൽ അതിലേക്ക് നമ്മൾ ഡയലൂട്ട് സൾഫ്യൂരിക് ആസിഡ് ഒഴിക്കുമ്പോൾ, സൾഫ്യൂരിക് ആസിഡ് അല്ല ഹൈഡ്രോക്ലോറിക് ആസിഡ് ഒഴിക്കുമ്പോൾ എന്ത് സംഭവിക്കില്ല? അത് ഡിസോൾവ് ആയി പോവില്ല, സോളുബിൾ ആവില്ല, അത് അങ്ങനെ തന്നെ നിൽക്കും. ഇഫ് എനി കേസ് അത് കാർബണേറ്റ് ആണെങ്കിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഒഴിക്കുമ്പോൾ അത് ഡിസോൾവ് ചെയ്ത് പോകും. കുറച്ച് ബബിൾസ് ഒക്കെ റിലീസ് ചെയ്തിട്ട് അത് ഡിസോൾവ് ആയി പോകും.
സോ ഇതൊരു കൺഫർമേഷൻ ടെസ്റ്റ് ആണ്. ആൻഡ് ദിസ് ഈസ് ആൻ ഐഡന്റിഫിക്കേഷൻ ടെസ്റ്റ്. അപ്പോൾ ഐഡന്റിഫിക്കേഷൻ ഓഫ് സൾഫേറ്റ് സോൾട്ട് എങ്ങനെയാണ്? ഫസ്റ്റ് സോൾട്ട് സൊല്യൂഷൻ, അക്വസ് സോൾട്ട് സൊല്യൂഷൻ എടുക്കുക, ബേരിയം ക്ലോറൈഡ് ആഡ് ചെയ്യുക, നമുക്ക് എന്ത് കിട്ടും? വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് കിട്ടും. ആൻഡ് ദാറ്റ് വിൽ ബി ബേരിയം സൾഫേറ്റ്. ആൻഡ് ഈ ബേരിയം സൾഫേറ്റ് ഡയലൂട്ട് HCl ആയിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കില്ല? ഇറ്റ് ഈസ് നോട്ട് സോളുബിൾ. അപ്പം നമുക്ക് മനസ്സിലാക്കാം നമുക്ക് തന്നിട്ടുള്ള സോൾട്ട് എന്താണ്? ഒരു സൾഫേറ്റ് സോൾട്ട് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ക്ലിയർ അല്ലേ? സോ നമ്മളപ്പോൾ എന്തൊക്കെ ഡിസ്കസ് ചെയ്ത് നമ്മുടെ ഈ ചാപ്റ്ററിൽ? യെസ്, ഫസ്റ്റ് നമ്മൾ കണ്ടത് അമോണിയാണ്. അമോണിയയുടെ പ്രിപ്പറേഷൻസ് ലബോറട്ടറിയിലും ഇൻഡസ്ട്രിയിലും എങ്ങനെയാണ് അമോണിയ പ്രിപ്പയർ ചെയ്യുന്നത് നമ്മൾ കണ്ടു. അതുപോലെ അതിൻ്റെ പ്രോപ്പർട്ടീസ് കണ്ടു. ആൻഡ് ദെൻ അതിൻ്റെ യൂസസ് ആൻഡ് ഐഡൻറ്റിഫിക്കേഷൻ, അതെല്ലാം നമ്മുടെ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ കവർ ചെയ്തു. ആൻഡ് ദെൻ നമ്മൾ പോയത് ലീ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിളിലേക്കാണ്. എ വെരി ഇമ്പോർട്ടൻറ്റ് പ്രിൻസിപ്പിൾ. അവിടെ നമ്മൾ കെമിക്കൽ ഇക്വിലിബ്രിയത്തിനെ പറ്റി കണ്ടു. എങ്ങനെയാണ് കെമിക്കൽ ഇക്വിലിബ്രിയത്തിനെ ഓരോ ഫാക്ടേഴ്സ് അഫക്റ്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഇൻഫ്ലുവൻസ് ഓഫ് കോൺസെൻട്രേഷൻ, ഇൻഫ്ലുവൻസ് ഓഫ് പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ. അതെല്ലാം എങ്ങനെയാണ് ഇക്വിലിബ്രിയത്തിലിരിക്കുന്ന ഒരു സിസ്റ്റത്തിനെ അഫക്റ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് ആ സിസ്റ്റം അതിനെ റീഅഡ്ജസ്റ്റ് ചെയ്യുന്നത്, അതെല്ലാം നമ്മൾ സെക്കൻഡ് പോർഷനിൽ നമ്മൾ കണ്ടു. ആൻഡ് തേർഡ് വൺ ആയിരുന്നു സൾഫ്യൂരിക് ആസിഡ്. സൾഫ്യൂരിക് ആസിഡിൻ്റെ ഏരിയയിൽ നമ്മൾ സൾഫ്യൂരിക് ആസിഡിൻ്റെ പ്രിപ്പറേഷൻ, ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ ഓഫ് സൾഫ്യൂരിക് ആസിഡ് കണ്ടു, നമ്മുടെ കോൺടാക്ട് പ്രോസസ്സ് നമ്മൾ കണ്ടു. ആൻഡ് ദെൻ കെമിക്കൽ ആൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സൾഫ്യൂരിക് ആസിഡ്, ആൻഡ് ദെൻ അതിൻ്റെ യൂസസ് ആൻഡ് ഐഡൻറ്റിഫിക്കേഷൻ. ഇതെല്ലാം നമ്മൾ തേർഡ് പോർഷനിൽ നമ്മൾ കണ്ടു. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ 5th ചാപ്റ്ററിൽ വരുന്ന മേജർ ടോപ്പിക്സ് എന്ന് പറയുന്നത്. അമോണിയ, ലീ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ ആൻഡ് സൾഫ്യൂരിക് ആസിഡ്. ഇൻ കേസ് ഇതിലേതിലെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി. ആൻഡ് നമ്മുടെ എക്സാം പോയിന്റ് ഗൈഡ് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും എന്താണ് സൈറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതും യൂസ്ഫുൾ ആയിട്ട് എന്ത് ചെയ്യുക? യൂസ് ചെയ്യുക. നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരുപാട് ഷോർട്ട് നോട്ട്സും ക്വസ്റ്റ്യൻസും എല്ലാം നമ്മുടെ ഗൈഡിൽ അവൈലബിൾ ആണ്. അപ്പം നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് കാണുന്നവരേക്കും ബൈ.